Hello friends, welcome to the first session of financial management. Okay, now the 6th semester subject on financial management. So we'll get into this. Now first module basically it's an introduction module about what is financial management, different approaches and then functions, areas of function, responsibility of a financial manager, objectives of financial management. അങ്ങനെ കുറേ theoretical ആയിട്ടുള്ള ആസ്പെക്ട്. പിന്നെ ഈ മോഡ്യൂളിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. So if you remember correctly, if you have been following my channel, we will already time value of money cover it, so that will be a bit more easier for you guys. Now so let's get into this. Before going into this content further, if you are new to this channel, please like, share and subscribe. First and most basic question is, what is financial management? Now financial management, two words, let's break it down. Finance plus management, രണ്ട് separate വാക്കുകളാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. Okay, so when we look at these two words, think in terms of what each of these words consider. Okay, നമ്മൾ ഇൻഡിവിജ്വലി രണ്ട് വാക്കുകൾ എന്താണ് പറയണതെന്ന് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. When you talk about finance, basic things that come into mind are cash, money, bank, currency, cash like entities അല്ലെങ്കിൽ similar investments. ഈ വക സാധനങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. Okay, so yes, in a sense finance എന്ന് പറയുമ്പോൾ cash, money in the bank, currencies, different investments, ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് ഫിനാൻസ് കൊണ്ട് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദി മാനേജ്മെന്റ് പാർട്ട്. ആസ് യു നോ, നിങ്ങൾ ഫസ്റ്റ് സെം ബികോമിൽ പഠിക്കുന്ന കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, അങ്ങനെ കുറേ ഫങ്ഷൻസ് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. Put these two things together, you get what is known as financial management. ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് സെൻസിൽ പറയുകയാണെങ്കിൽ ഫിനാൻസിന്റെ മാനേജ്മെന്റിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഇൻവോൾവ്സ് forecasting, planning, organizing and pushing and controlling of all the matters relating to finance. Now when you talk in sense of what financial management is, adana pala reethiyil namukku chindikam. Okay, ഏറ്റവും ട്രഡീഷണൽ അല്ലെങ്കിൽ ബേസിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഓൺലി കൺസിഡേഴ്സ് റേസിങ് മണി. ഓക്കെ, പ്രൊക്യൂർമെന്റ് മാത്രമായിരുന്നു മുമ്പ് ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും നാരോ അപ്രോച്ച് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് അപ്രോച്ച് ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ദറ്റ് സിംപ്ലി മീൻസ് പ്രൊക്യൂറിംഗ് ദ മണി. വാട്ട് ഒരു ബിസിനസ്സിന് ഇത്രയും എമൗണ്ട് ആവശ്യം ഉണ്ടാവും, അത് ആ പ്രൊക്യൂർമെന്റ് ഫംഗ്ഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നൗ കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മണി procurement മാത്രമല്ല, it involves the things that happen, the flow of money also is considered in the financial management. That is the secondary അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള അപ്രോച്ച്. Now modern day approach എന്ന് പറയുമ്പോൾ it involves a lot of things. അപ്പോൾ ആ ലോട്ട് ഓഫ് തിങ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഫങ്ഷൻസ് ഓഫ് ഫിനാൻസിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള മോഡേൺ അപ്രോച്ചിൻ്റെ ഒരു തോട്ട് വരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എവറിഥിങ് ടു ഡു വിത്ത് ഫിനാൻസ്. ഫോർകാസ്റ്റിംഗ്, തിങ്കിങ് ഓഫ് ഹൗ മച്ച്, ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് അബൌട്ട് തിങ്കിങ് ഹൗ മച്ച് ഫിനാൻസ് യു റിക്വയർ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ തിങ്കിങ് അഹെഡ്, എൻ്റെ ബിസിനസ്സിന് ഇത്രയും ഏരിയയിൽ പൈസ വേണ്ടി വരുമെന്നുള്ളൊരു തോട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ, അതൊക്കെ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ ആൻഡ് ഇറ്റ് നെവർ എൻഡ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ വൺസ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നു, കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോളിങ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അഗൈൻ വി സർക്കിൾ ബാക്ക് ടു പ്ലാനിങ് ഇറ്റ് സെൽഫ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ് ആൻഡ് once you are done with control aspect, we go back to your planning aspect again. Okay, so ആ ഒരു സീക്വൻസ് ഓഫ് തിങ്സ് എന്ന് വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസിൽ നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലി മീൻസ് മാനേജിങ് ദി ഫിനാൻസസ്, അല്ലെങ്കിൽ മാനേജിങ് ദി ഫൈനാൻസസ് ഓഫ് ദി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, ഇറ്റ്സ് യൂസ്, ഇറ്റ്സ് ഡിപ്ലോയ്മെന്റ്, എവറിഥിങ്. Okay, taking decisions regarding all the matters relating to finance, which starts from acquisition, investment, disbursement of the profit. ഇവ കുറേ കാര്യങ്ങൾ വരുന്നത് ആണ് ഈ പറഞ്ഞിട്ടുള്ള financial management. Okay, so that is about the definition, or more or less the what do you mean by financial management. Next we look at the functions of finance. Finance functions ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Now finance functions basically മൂന്നെണ്ണമാണ്. Okay, ഏറ്റവും ബേസിക് ആയിട്ട് മൂന്നെണ്ണമാണ്, but you will be learning four. The reason is because the fourth one, even though it is a part of one of these three, is considered important in its own. Okay, അതുകൊണ്ടാണ് നമ്മൾ നാലെണ്ണമായിട്ട് പഠിക്കുന്നത്. Now the main three എന്ന് പറയുന്നത്, first one is investment decision. Now I'll go through these decisions one by one. Now investment decision എന്ന് പറയുമ്പോൾ
സോ ആ പേരിൽ തന്നെ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. വേർ ഡു യു വോണ്ട് ടു ഇൻവെസ്റ്റ്? ഓക്കെ, എൻ്റെ കയ്യിൽ 10 രൂപ, 20 രൂപ, 1000 രൂപ, 1 കോടി രൂപ ഉണ്ട്. ഞാൻ ഈ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ദാറ്റ് ഇസ് ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് എ ബിസിനസ് ഹാസ് ടു കൺസിഡർ. ഓക്കെ, വാട്ട് ടു ഇൻവെസ്റ്റ് ഇൻ? എന്തിലാണ് ഞാൻ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നൗ ആസ് യു നോ, ജനറലി വി ഇൻവെസ്റ്റ് തിങ്സ് ഇൻ അസറ്റ്സ്, റൈറ്റ്? ഏതെങ്കിലും ഫോം ഓഫ് അസറ്റ്സിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, മെഷീനറീസ് അല്ലെങ്കിൽ പ്രൊജക്ട്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നൗ യുവ് ഗോട്ട്, നിങ്ങൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബേസിക് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. 2 തരത്തിലുള്ള അസറ്റുകളുണ്ട്, കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്സ്. നൗ കറണ്ട് അസറ്റ്സ് ഇസ് മോർലെസ് നിങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അസറ്റുകളാണ്, റൈറ്റ്? On the other hand, fixed asset is more productive asset എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. They are productive in the sense that they lead to further revenue. Okay, longer duration and heavier investment ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്സ്. ഇറ്റ് ടേക്സ് അപ്പ് എ ചങ്ക് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മളിപ്പോൾ ഫിക്സ്ഡ് അസറ്റ് ഒരു ബിൽഡിംഗ് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു കാർ മേടിക്കാനോ, ഇറ്റ്സ് നോട്ട് സ്മോൾ ചില്ലർ ചേഞ്ച്, ഇറ്റ്സ് ബിഗ് എമൗണ്ട്. ഓക്കെ, ആൻഡ് യൂഷ്വലി ഇറ്റ് ഹാസ് എ പെർമനൻസി ഇൻ നേച്ചർ. പെട്ടെന്ന് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല. ഓക്കെ, കൺവേർട്ട് ആ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വിത്തൗട്ട് സഫറിങ് ലോസ് ഓഫ് വാല്യൂ നമുക്ക് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ മെയിൻ ക്രക്സ് എന്ന് പറയുന്നത് യു ഡിസൈഡ് വേർ ഡു യു വോണ്ട് ടു. നൗ വൈ ഈസ് ഇറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ? ബിക്കോസ് യൂഷ്വലി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ബിഗ് ഡിസിഷൻസ്, എസ്പെഷ്യലി ദ വൺ വിത്ത് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, ആ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ ഇത്തിരി ഹെവിയാണ് ആൻഡ് ഒരു വലിയ പരിധി വരെ അത് ഇറിവേഴ്സിബിൾ ആണ്. യു ഇൻവെസ്റ്റ്, എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ ആ കൂടി 3 കോടിയുള്ളൂ. യു ആർ ഇൻവെസ്റ്റിംഗ് അബൌട്ട് 2 crores ഇൻ ടു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, നിങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് മെഷീനറി, അതിനാവശ്യമായിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ്, പിന്നെ പാർട്സ്, അങ്ങനത്തെ എക്വിപ്മെന്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നൗ ജസ്റ്റ് തിങ്ക് ഫോർ എ സെക്കൻഡ്, യു സ്പെൻഡ് 2 crores and now you find out that this technology that you've invested in is obsolete. What happens to you? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ യുവർ ബിസിനസ് ഹാസ് ഫ്ലോപ്ഡ്. കാരണം എന്താണ്? യുവർ എൻറ്റയർ ബിസിനസ് വാസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദീസ് അസറ്റ്സ്, ദീസ് മെഷീനറീസ്, ദീസ് ടെക്നോളജി ബീങ് അപ് ടു ഡേറ്റ്. പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തെറ്റിപ്പോയ കാരണം യുവ് ലോസ്റ്റ് 2 out of 3 crores. ഐ എം നോട്ട് സെയിങ് യുവർ ബിസിനസ് ഇസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഓർ വൈപ്ഡ് ഔട്ട്, പക്ഷേ now you will have to change your entire plan. Okay, കാരണം എന്താ? This business you've lost 2 crores. 2 crores, 3 കയ്യിലുള്ള 3 കോടിയിൽ നിന്ന് 2 കോടി നിങ്ങൾ കളഞ്ഞു. Okay, now God knows if anybody is willing to take these machineries which have been obsolete or update are out of, എന്താ പറയുക, ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ലേ. അപ്പോൾ and it is difficult for you to compete with better firms with better technology. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ബിക്കോസ് ഒരു വലിയ പരിധി വരെ ഇറ്റ് ഇസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. Okay, it has long-term implications on our productivity. It has long-term implications on our profitability, our survivability. Okay, നിങ്ങൾ മാർക്കറ്റിൽ സർവൈവ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ പരിധി വരെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. ആൻഡ് ദ കൈൻഡ് ഓഫ് പ്രോജക്ട്സ് യു ഇൻവെസ്റ്റ് ഇൻ, ദ കൈൻഡ് ഓഫ് വെഞ്ചേഴ്സ് യു അണ്ടർടേക്ക്, ഈ വക സാധനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. നൗ ആസ് ഐ ഹവ് മെൻഷൻഡ്, ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ലാർജ് അല്ലെങ്കിൽ ബിഗ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. ഇറ്റ്സ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ലോങ് ടേം ഡിസിഷൻസ്. നമ്മൾ ഈ പ്രോജക്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, പ്രോജക്ട് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? യു ഗോട്ട് ഓൺലി 1 crore and project A costs about 75 lakh, project B cost about 65 lakhs. Now since your limitation is only 1 crore, you can choose only one. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോജക്ട്സിനും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, which will give us money. പക്ഷെ we have a limited constraint. നമ്മൾ നേരത്തെ, if you remember correctly, understand the reason as to why we apply management in any field. Marketing ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, our resources are limited, it's scarce. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നത് ആണ്. We have to take decisions based on management simply because our resources are limited. ഈ കേസിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ കേസിൽ 1 കോടി കയ്യിലുള്ള project A costs 65 lakhs, project B costs 75 lakhs. You can only choose one project. Okay, that is the constraint. ആ മണി കൺസ്ട്രെയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും we choose. Okay, so that is capital budgeting. On the other hand, there is another part of it which is the working capital aspect. Okay, കറണ്ട് അസറ്റ്സിലും കറണ്ട് ലയബിലിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനിൽ. Now we'll come to that later. I'll tell you why we'll come to that later. Okay, next one is ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്
how do you finance your projects? Okay, how do you finance your projects? എനിക്ക് എവിടെ നിന്നാണ് പൈസ റേസ് ചെയ്യാൻ പറ്റുക, എവിടെ നിന്നാണ് പൈസ കിട്ടുക? ക്ലിയർ? ലൈക്ക് ഐ ഹവ് ടോൾഡ് യു ബിഫോർ, നമുക്ക് കയ്യിൽ 1 കോടി രൂപയുണ്ട്. ഈ 1 കോടി രൂപ എവിടെ നിന്നാണ് നിങ്ങൾ ഒപ്പിച്ചത്? ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് തിങ്, ഫിനാൻസിങ് ഡിസിഷൻ. സോ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും വിച്ച് കംസ് ഫസ്റ്റ്, ഫിനാൻസിങ് ഡിസിഷൻ ആണോ ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണോ? ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് വിച്ച് കെയിം ഫസ്റ്റ്, എഗ് ഓർ ചിക്കൻ? ഓക്കെ, ഏതാണ് ആദ്യം വന്നത്? ആ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ഇറ്റ്സ് നാച്ചുറൽ, ബട്ട് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞിട്ടുള്ള 3 ഡിസിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ ഫോർത്ത് വൺ ഇസ് ദി സബ് പാർട്ട് ഓഫ് വൺ ഓഫ് ദീസ് തിങ്സ്. നൗ കമ്മിങ് ബാക്ക് ടു യുവർ ഫിനാൻസിങ് ഡിസിഷൻസ്. ഈ ഫിനാൻസിങ് ഡിസിഷനിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 1 കോടി രൂപ എവിടെ നിന്ന് റേസ് ചെയ്തു? ആസ് യു സ്റ്റഡീഡ് ഇൻ യുവർ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് യുവർ അതർ ഫിനാൻസ് സബ്ജക്ട്സ്, നിങ്ങൾക്ക് അറിയാം ഒരു കമ്പനി റൺ ചെയ്യാനായിട്ടുള്ള ഫിനാൻസ് നമുക്ക് പല സ്ട്രീംസിൽ നിന്ന് ഒപ്പിക്കാം. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന്. Okay, if you have money in your bank account, you can start your own firm. That is your own equity. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സിൻ്റെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അതർ വെൽവിഷേഴ്സിൻ്റെ അടുത്ത്, ജനങ്ങളുടെ അടുത്ത് നിന്ന് ചോദിക്കാം. ഒരു ഓണർഷിപ്പ്, ഞാൻ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് തരാം, ഐ ഗിവ് യു പെർസെൻറ്റേജ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പ്ലീസ് ഗിവ് മീ മണി എന്ന് പറയുമ്പോൾ ഇഫ് ദേ ട്രസ്റ്റ് യു, ദേ വിൽ ഗിവ് യു മണി. ദാറ്റ് ഈസ് ഈക്വിറ്റി. ഓക്കെ, ദെൻ ദർ ഇസ് അനദർ ഫോം, ദറ്റ് ഈസ് ഡെറ്റ്. ഡെറ്റ് എന്ന് വെച്ചാൽ കടം മേടിക്കുക. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാം, ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാം, വെഞ്ചർ ക്യാപിറ്റൽ ഫേംസിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരുവിധം ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പുതിയ മൂവി അബൌട്ട് ഡെക്കൻ എയർവേസ്, ആ പടം കണ്ടിട്ട് ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ അത് അങ്ങനത്തെ കുറച്ച് ടേംസ് തലയിൽ അത്യാവശ്യം കയറിയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് മച്ച് ഫർദർ. ജനറലി നോക്കുകയാണെങ്കിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് അതിനെക്കുറിച്ചുള്ള ഡിസിഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻസിങ് ഡിസിഷൻ. പ്രൈമായിട്ട് നമുക്ക് 2 മേജർ സോഴ്സാണ്, ഈക്വിറ്റി, ഡെറ്റ്. ഈക്വിറ്റി ഹാസ് എ സർട്ടൻ സെറ്റ് ഓഫ് നേച്ചർ, ഡെറ്റ് ഹാസ് എ സർട്ടൻ സെറ്റ് ഓഫ് നേച്ചർ. ഓക്കെ, ഈക്വിറ്റി ഓൺഡ് ഫണ്ടാണ്, നമുക്ക് ഡിവിഡൻഡ് കൊടുക്കണം എന്ന് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഓക്കെ, സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ്. ഡെറ്റ് അങ്ങനെയല്ല, ഡെറ്റ് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബട്ട് ഈച്ച് ഓഫ് ദീസ് ഹാവ് ദെയർ ഓൺ ഫീച്ചേഴ്സ്. I'm not delving into it much because it's a little complicated. കുറച്ചധികം സംസാരിക്കാൻ, and that's an entire module for you. Okay, so financing decision എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. It's a very basic decision as to from where I should raise my funds. Okay, അത് equity ആവാം, debt ആവാം, or a combination of the two. Clear? And each of these sources have different advantages and different cost. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ടെർമിനോളജിയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി മീൻസ് ദ കോസ്റ്റ് ദാറ്റ് ദി ഫേം ഹാസ് ടു ഇൻകർ ടു യൂസ് ദാറ്റ് ക്യാപിറ്റൽ. ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള 1 ലക്ഷം രൂപ, ഓക്കെ, യു ടേക്കൺ, ഓക്കെ, വിൽ സിംപ്ലിഫൈ തിങ്സ്, 100 rupees നമ്മൾ ബോറോ ചെയ്തു. ഓക്കെ, യു ബോറോഡ് 100 rupees ഫ്രം യുവർ ഫ്രണ്ട്. ഹീ സെഡ് ഐ വിൽ ഗിവ് യു 100 rupees പ്രൊവൈഡഡ് യു ഗിവ് മീ 10 rupees ആസ് ഇൻട്രസ്റ്റ്. ഓക്കെ, 100 രൂപയ്ക്ക് 10 രൂപ പലിശ തരണം. സോ വാട്ട് ഈസ് ദ കോസ്റ്റ്? 10 rupees is the cost that you have to pay so that you could use this 100 rupees. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. 100ന്റെ 10 രൂപ എന്ന് പറയുമ്പോൾ that is 10%. So 10% is the cost of capital that you have to use, that you have to pay, right? ഈ 100 രൂപ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് 10 രൂപ കൂട്ടുകാരന് കൊടുക്കണം പലിശയായിട്ട്. Then I have to repay him the amount. പക്ഷേ the cost for using that 100 rupees is 10 rupees. So 10%. Clear? So that is the thing that you have to consider. Equity-ക്കും അതേപോലെ കോസ്റ്റ് ഉണ്ട്, dividends that you pay and the expectations. Okay, ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഈക്വിറ്റിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നോക്കി, ഫിനാൻസിങ് ഡിസിഷൻ നോക്കി. Okay, now moving on to the third decision, the third most important decision is the dividend decision. Now all of you know, dividend എന്ന് പറയുന്നത് വേറെ ഒന്നും, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ജനറലി വെൻ എ കമ്പനി മേക്സ് പ്രോഫിറ്റ്, ഇറ്റ് ഹാസ് സെവറൽ ഓപ്ഷൻസ്. ഒന്നെങ്കിൽ ദി എൻറ്റയർ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ദി എൻറ്റയർ പ്രോഫിറ്റ് അവർക്ക് റിസർവ് വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റാം, അല്ലെങ്കിൽ another option is they can save some into the reserve and give out, അല്ലെങ്കിൽ pay the dividends with the remainder. ഓക്കെ, ഒരു 50-50 അല്ലെങ്കിൽ ഒരു പൊടിയുടെ കോമ്പിനേഷനിൽ അവർക്ക് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ 3 alternatives that are available. യൂഷ്വലി ഇതിനെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. Now why is it so important? Why is dividend decision so important?
Dividend decision is primarily important because it affects a lot of things. Profit, ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ റീയൂസ് ഇറ്റ് ഫോർ അതർ തിങ്സ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ വെൻ ദി മാർക്കറ്റ് ഇസ് ടൈറ്റ് ആൻഡ് വെർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ നോട്ട് ബീങ് ഡൺ ആൻഡ് പീപ്പിൾ ആർ അഫ്രൈഡ് ടു ഗിവ് യു ഔട്ട് മണി, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇഫ് യു വോണ്ട് ടു അണ്ടർടേക്ക് എ ന്യൂ വെഞ്ചർ and you have sufficient reserves with you, you don't have to ask another person. നിങ്ങൾക്ക് ചീപ്പ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ആസ്ക് അതർ പീപ്പിൾ. അത്രയധികം എമൗണ്ട് നിങ്ങൾക്ക് ചോദിക്കേണ്ട, ബാങ്കുകളിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് ചോദിക്കേണ്ട. സോ യു ആർ ഫിനാൻഷ്യലി സേഫ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് യു ഡോണ്ട് പേ ഔട്ട് ഡിവിഡൻസ്, യുവർ ഷെയർ ഹോൾഡേഴ്സ് ബിക്കം അൺഹാപ്പി. ഓക്കെ, ദ മോർ ഡിവിഡൻസ് യു withheld, the more unhappy your shareholders are. And if your shareholders are unhappy, what happens to your stock prices? Yes, an unhappy shareholder generally tends to sell off their investments if they don't find a long-term growth. അവർ കൂടുതൽ ഇൻകം ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അവരെല്ലാ കൊല്ലം ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, if they don't get dividend, they'll generally tend to sell off their investments. So what happens when a lot of people try to sell off their investments? നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ താഴേക്ക് പോകും, റൈറ്റ്? And what will happen to those people who expect capital gain? അവർക്കും പേടി തോന്നും. കാരണം എന്താ? യുവർ ഷെയർ പ്രൈസസ് ആർ ഗോയിങ് ഡൗൺ. ദാറ്റ് ക്യാൻ പോസിബിളി ലീഡ് ടു ഫർദർ സെയിൽ. ഓക്കെ, അപ്പോൾ വലിയൊരു രീതിയിൽ നിങ്ങളുടെ വാല്യൂ താഴേക്ക് പോകും. സോ ഇറ്റ്സ് എ ജഗ്ലിംഗ് ആക്ട്. ഡിവിഡൻഡ് കൊടുക്കണോ, ഡിവിഡൻഡ് കൊടുക്കണ്ടേ? ഓക്കെ, യു ഹാവ് ടു വേ യുവർ ഓപ്ഷൻസ് ആൻഡ് ജഗിൾ ഇറ്റ്. ഒരു മാർക്കറ്റിന്റെ ഫീലും സെന്റിമെന്റ്സും ഒക്കെ നോക്കിയിട്ട് വേണം ഡിവിഡൻഡ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണോ, അതോ ഒരു ആ മിക്സ് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കണ്ട എന്നുള്ള മിക്സ് ഡിസൈഡ് ചെയ്യില്ലേ, അതടക്കമുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞിട്ടുള്ള ഫോർത്ത് വൺ, വിച്ച് ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് വൺ ഓഫ് ദം, ഇസ് ദി ലിക്വിഡിറ്റി ഡിസിഷൻ. ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ സെക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് കവേഴ്സ് എവറിത്തിങ് വിത്ത് റിലേറ്റഡ് ടു വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ കമ്പനിയിൽ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. മെനി അറ്റ് ടൈംസ് ഇപ്പോൾ തൃശ്ശൂർ, ഇപ്പോൾ ഐ എം ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ്, എനിക്ക് തൃശ്ശൂർ സൈഡ് കുറച്ചുകൂടി നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്, well-to-do families, well-to-do business families, which had actually which were extremely prosperous, but they lost a lot of their wealth because they were not able to manage their finances, especially the liquidity finances. അവർക്ക് ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് കാരണം പല വലിയ വലിയ ബിസിനസ്സുകൾ താഴേക്ക് നിലം പതിച്ചിട്ടുണ്ട്. ഓക്കെ, റിയലി വെൽ ടു ഡു ബിസിനസ്സസ് ദേ ആക്ച്വലി ഫെയിൽഡ് മിസറബിളി. ഓക്കെ, അതിൻ്റെ ഏറ്റവും പ്രൈം റീസൺ ഇസ് ദ ലിക്വിഡിറ്റി ക്രൈസിസ് ദേ ഫേസ്. So every company, depending on the nature of the company, has to maintain sufficient liquid cash balances. അല്ലെങ്കിൽ they will not get their jobs done. They will not be able to run their company. That is why ഈ പറഞ്ഞിട്ടുള്ള liquidity function is actually a sub part of your investment decision. Okay, അതിൻ്റെ ഒരു സബ് പാർട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. യുവർ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. ഷോർട്ട് ടേം ആണ് ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ സിൻസ് ഇറ്റ് ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, വി ക്രിയേറ്റഡ് അല്ലെങ്കിൽ വി ടേൺഡ് ഇറ്റ് ഇൻ ടു അനദർ സെപ്പറേറ്റ് ഫംഗ്ഷൻ. സോ ദാറ്റ് ഇസ് യുവർ ലിക്വിഡിറ്റി ഫംഗ്ഷൻ, ബാലൻസിങ് യുവർ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് കറണ്ട് അസെറ്റ് ഓർ ദി കറണ്ട് ലയബിലിറ്റി. Okay, your current liability is 10, your current asset is 15, so 5 is your net current asset. Okay, അല്ലെങ്കിൽ net working capital എന്നൊക്കെ പറയാം. Okay, so keep these things in mind. Four major functions of അല്ലെങ്കിൽ four major decision areas of finance എന്ന് പറയുന്നത് investment decision, financing decision, dividend decision and liquidity decision. Okay, so moving on to the next. Okay, so let's move on to the next one, nature or characteristics of financial management. Financial management nature അല്ലെങ്കിൽ characteristics നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് മണി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും ബേസിക് സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ദി മാനേജ്മെന്റ് ഓഫ് മണി. മാനേജ്മെന്റ് ഓഫ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് നമുക്കറിയാം ആർട്ട് സയൻസ് ഒക്കെയാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജിങ് മണി ഇൻ ദ പ്രോപ്പർ വേ. എല്ലാത്തിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് ഓരോ ഒബ്ജക്റ്റീവിന്റെ ബേസിസിലായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ ഇറ്റ് മൈറ്റ് ബി ടു മേക്ക് മണി, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ടു സേവ് മണി, എന്തായിരിക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ മണി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ആസ് ഐ ഹവ് സെഡ്,
It is a part of, it's a kind of management. അപ്പോൾ മാനേജ്മെന്റിന്റെ എസെൻസ് ഉള്ളത് കൊണ്ട് there is planning and primarily planning ഉണ്ട് control ഉണ്ട്. Okay. Then determination of business success. കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, റിഗാർഡ്ലെസ് ഹൗ വെൽ യുവർ സെയിൽസ് ഓഫീസേഴ്സ് ആർ അല്ലെങ്കിൽ ഹൗ വെൽ യുവർ HR is working, if you are not managing your finances properly, ഏത് വലിയ ബിസിനസ് ആണെങ്കിലും നിലം പതിക്കാനായിട്ട് അധികം ടൈം വേണ്ട. ഈച്ച് ഓഫ് ദീസ് ഫങ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ ഉള്ള ഫങ്ഷൻസിൽ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഫംഗ്ഷൻ ഈ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, യുവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ദി ഹാർട്ട് ആൻഡ് സെന്റർ ഓഫ് യുവർ ബിസിനസ്. ദെൻ ഫോക്കസസ് ഓൺ decision making. As I've said earlier, we have covered certain decisions. 4 തരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് യുവർ ലിക്വിഡിറ്റി ഡിസിഷൻ. ഈ 4 ഡിസിഷൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് പ്രൈം ഏരിയ ഇസ് ടു ടേക്ക് ഡിസിഷൻ. ദാറ്റ് ഇസ് ദെയർ ഫോർ ഓൾ മാനേജ്മെന്റ്. എനിത്തിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, HR മാനേജ്മെന്റ്, അങ്ങനെ ഇഷ്ടമുള്ള ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഇറ്റ് ഓൾ ഇൻവോൾവ്സ് ടേക്കിംഗ് വൺ ഫോം ഓഫ് ഡിസിഷൻ ഓർ ദി അതർ. Then centralized in nature. Now why is it said that financial management is more centralized in nature? Because it's one of those activities which we cannot spread it out across. ഭയങ്കരമായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ അല്ല. ഓക്കെ, പ്രൊഡക്ഷൻ ആയാലും മാർക്കറ്റിംഗ് ആയാലും നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് വികസിപ്പിക്കാം, പല പല ഏരിയസിലേക്ക്, പല പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെതറിക്കാം. പക്ഷെ ഫിനാൻസ് ഇസ് നോട്ട് ദാറ്റ്. ഫിനാൻസ്, ഇഫ് യു വാണ്ട് ആപ്റ്റ് കൺട്രോൾ, ഇറ്റ് മസ്റ്റ് ബി സെൻട്രലൈസ്ഡ് ഇൻ നേച്ചർ. എല്ലാത്തിനും ഡേറ്റ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് വന്ന് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാം ചെയ്യാനും ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രലൈസ്ഡ് നേച്ചർ ആണെങ്കിൽ മാത്രമേ ഫിനാൻസ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ continuous administrative function. Now when we say it is a continuous administrative function, it does not stop. നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി പോവാണ്, പ്ലാൻ ചെയ്തു, കൺട്രോൾ ചെയ്തു, അത് മാത്രം പോരാ. ഇറ്റ് ഈസ് എ ഓൺ ഗോയിങ് പ്രോസസ്. ഓക്കെ, ആ ഒരൊറ്റ പ്രോജക്റ്റ് അല്ല, പിന്നെ അടുത്ത പ്രോജക്റ്റ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രോജക്റ്റ് ഉണ്ടാവും, പിന്നെ അടുത്ത സിറ്റുവേഷൻ ഉണ്ടാവും. സോ ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ് ഓൾവേസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം. ദെൻ ദ നെക്സ്റ്റ് വൺ, it is multidisciplinary. Multidisciplinary എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദെയർ ഫോർ ഓൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. ഇവിടെ നമ്മൾ എക്കണോമിക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ, റിസർച്ച്, അങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ, എക്കണോമെട്രിക്സ് പോലത്തെ സബ്ജക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ടു ഹെൽപ്പ് us in managing our finances. So these are the major nature or characteristics of financial management. Management of money, financial planning and control, determination of business success, focus on decision making, centralized nature, continuous administrative function and multidisciplinary. Okay, now the next one, ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് importance of financial management. Okay, importance of financial management. We look at it one by one. First one, successful promotion. ഒരു ബിസിനസ് അപ്ലിഫ്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യുവർ ജോബ് പ്രൊമോഷൻസ്, അത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് അങ്ങ് ബൂസ്റ്റ് ആവാനായിട്ട് നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ഇഫ് എ ബിസിനസ്, ഇപ്പോൾ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സും സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യില്ല. ഇറ്റ് ഹാസ് ഒരു ബിസിനസ്സിന് ഇറ്റ് ഹാസ് വേരിയസ് പാർട്സ്. മാർക്കറ്റിംഗ് എലമെന്റ് ഉണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള HR എലമെന്റ് ഉണ്ടാവും, ഓപ്പറേഷൻസ് എലമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ റിസർച്ച് എലമെന്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും ഈ പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട്. നൗ ഇഫ് ഇറ്റ് ഡസൻറ്റ് ഫങ്ഷൻ പ്രോപ്പർലി, ദ പ്രോബ്ലം ദാറ്റ് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈവൻ ഇഫ് വൺ ഓഫ് ദീസ് തിങ്സ് ബ്രേക്ക് ഡൗൺ, നമ്മുടെ എൻറ്റയർ മെക്കാനിസം തന്നെ തകരാറിലാവും. Now imagine a situation if the finance department is not good, okay, അല്ലെങ്കിൽ if it is not efficient, therefore they focus primarily on the HR and the marketing section. They forgot about the operations or the production section. Now what happens? പ്രൊഡക്ഷൻ എങ്ങാനും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള HR മാർക്കറ്റിംഗ് പ്രത്യേകിച്ച് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ വിൽക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവുള്ളൂ, റൈറ്റ്? സോ ബിക്കോസ് ഓഫ് ദാറ്റ് all these departments have to function together in tandem with each other. Okay, അതാണ് സക്സസ്ഫുൾ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now second one is smooth running of business. ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആപ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇതിനകത്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇഫ് അറ്റ് ഓൾ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് നോട്ട് അപ് ടു മാർക്ക്,
നമ്മുടെ ഡേ ടു ഡേ വർക്കിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടേം ഡിസിഷൻസ് ആയിക്കോട്ടെ, all of these things will be affected if the finance management is not up to mark. Okay, next one, coordination of functional activities. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്, ബാക്കിയുള്ള ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, മാർക്കറ്റിംഗ്, HR ഇവരായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് എ സൗണ്ട് അല്ലെങ്കിൽ വെൽ ഓയിൽഡ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ യു ഗോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. മാർക്കറ്റിംഗ്, HR, നമ്മുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് എന്ന് പറയാം, റിസർച്ച്, പിന്നെ ഫിനാൻസ്, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. Now what happens if you say to the HR department request ഉണ്ട്, they want to hire 100 new employees. They want to hire 100 new employees because മാർക്കറ്റിംഗിലേക്ക് കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട്, പ്രൊഡക്ഷനിലേക്ക് കുറച്ച് ആൾക്കാരുണ്ട് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷെ അവിടെ റിസ്ട്രെയിനിങ് ഫാക്ടർ ഫിനാൻസ് ആണ്. ഫിനാൻസുകാർ പറയാണ്, സോറി വി കാൺട്ട് ഹയർ 100 ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് റിസോഴ്സസ്. നമുക്കൊരു 50 പേര് വെച്ച് ചെയ്യണം. അപ്പോൾ ആ 50 പേര് വെച്ചിട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ HR-ന് പണി വരുന്നുണ്ട്. HR-ന് ഡിസൈഡ് ചെയ്യണം ആർക്കൊക്കെ ഇനി 50 ആൾക്കാർ വേണ്ടി വരാം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. ദേ ലുക്ക് അറ്റ് ഹൗ ദേ ക്യാൻ ഫങ്ഷൻ വിത്ത് 50 പീപ്പിൾ. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസിഷൻസ് സ്ട്രീം ലൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, കോർഡിനേറ്റഡ് രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ്. നൗ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് എവറി ഡിസിഷൻ ദാറ്റ് ദി മാനേജ്മെൻറ്റ് ടേക്സ് is based on a cost benefit analysis. Okay, മാനേജ്മെന്റ് എന്ത് ഡിസിഷൻ എടുക്കുന്നോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട്. അതിൻ്റെ ബേസിസിൽ മാത്രമേ ഡിസിഷൻസ് എടുക്കുള്ളൂ. ഇമാജിൻ ദ കമ്പനി ഈസ് ഡിസൈഡിങ് ഓൺ വെദർ ടു റൺ അല്ലെങ്കിൽ ഓപ്പൺ എ ക്യാൻറ്റീൻ. ഒരു ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യാണ്. നൗ അവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, അവർ തീരുമാനിച്ചു ചെയ്യാം. പക്ഷേ അവിടെ വരുന്നൊരു കാര്യം, ദിൽ ഓൾവേസ് ആസ്ക് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ടു റൺ ഇറ്റ്സ് നമ്പേഴ്സ്. ഒരു ക്യാൻറ്റീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ എന്താണ്, നമ്മൾ ഇൻകർ ചെയ്യുന്ന ബെനിഫിറ്റുകൾ, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? ആ ബെനിഫിറ്റ്സ് ഫിനാൻഷ്യൽ ടേംസ് ഉണ്ടാവും, നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും. കോസ്റ്റുകൾ, ദി ഫിനാൻഷ്യൽ കോസ്റ്റ് ആൻഡ് ദി നോൺ ഫിനാൻഷ്യൽ കോസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓഫൻ ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിന്റെ ബേസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഡിറ്റർമിനന്റ് ഓഫ് ബിസിനസ് സക്സസ്. അഗൈൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പോയിന്റ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതും ഫെയിലിയർ ആവുന്നതും ഒരു വലിയ പരിധി വരെ അവർ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന ഫിനാൻഷ്യൽ മാനേജേഴ്സിന്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സൊല്യൂഷൻ ടു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. പലപ്പോഴും ഒരു ബിസിനസ് വലിയൊരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിനിൽ എത്തുമ്പോൾ ആ ഫിനാൻഷ്യൽ മാനേജേഴ്സിൻ്റെ മിടുക്കാണ് പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസിനെ കരകയറ്റുന്നത്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പല രീതിയിലായിരിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഡിസിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി ബേസ്ഡ് ഡിസിഷൻസ് ആയിരിക്കാം. എന്തായിരിക്കും എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജേഴ്സാണ് പലപ്പോഴും ഒരു ആൻസർ കൊടുക്കാറുള്ളത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും ഒന്ന് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും. സോ വിൽ ഗോ ത്രൂ ദി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ, ആസ് വി നോ, ഏതൊരു ഫോം ഓഫ് മാനേജ്മെന്റ് ഇറ്റ് ഹാസ് എൻ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഇസ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്. ഒരു ടാർഗറ്റ് ഉണ്ടാവും ഇൻ മൈൻഡ്. ആ ടാർഗറ്റ് ഇൻ മൈൻഡ് ബേസ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ സൈഡിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം, പ്ലാൻ ചെയ്യും, ഓർഗനൈസ് ചെയ്യും. യു നോ ദ യൂഷ്വൽ സ്റ്റെപ്സ് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് എടുത്ത് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ്. നൗ ലുക്കിംഗ് അറ്റ് ദി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിലെ ഏറ്റവും പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ബട്ട് rather than looking at the prime അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഇതിനോരോ കാലഘട്ടത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ സെൻസിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ഏറ്റവും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് യുവർ സെല്ലിംഗ് പ്രൈസ് മൈനസ് യുവർ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു യുവർ പ്രോഫിറ്റ്. ഓക്കെ, കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതൽ കിട്ടുന്ന എന്തും പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ ഏറ്റവും ബേസിക് എസെൻസിൽ പറയുന്നത് നിങ്ങളുടെ സെയിൽസ് മൈനസ് കോസ്റ്റ്. ഓക്കെ, സെയിൽസ് മൈനസ് കോസ്റ്റ്, ദാറ്റ് ഇസ് യുവർ പ്രോഫിറ്റ്. നൗ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം കൂട്ടുക. നൗ
പല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. സെല്ലിംഗ് പ്രൈസ് കൂട്ടാം. ഓക്കെ, 10 രൂപ സെല്ലിംഗ് പ്രൈസ്, 5 രൂപ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, so the profit as of now is 5 rupees. What happens if you increase the selling price from 10 to 15? So 15 minus 5, the profit becomes 10. നമ്മൾ അവിടെ എന്താ ചെയ്തത്? സെല്ലിംഗ് പ്രൈസ് കൂട്ടി. Now without increasing the selling price, how can you increase the profit? ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. എങ്ങനെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5-ൽ നിന്ന് 3-ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സോ 10 minus 3, so 7 is your profit. അല്ലേ? Now then there's another way, a combination of the two. Combination എന്ന് പറയുന്നത് എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള 10 rupeesന് പകരം നമ്മൾ 12 rupees ആക്കുക. ഓക്കെ, 12 ആൻഡ് കോസ്റ്റ്, ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് പ്രൈസ് 5 പകരം നമ്മൾ 4 ആക്കി എന്ന് വെച്ചോ. ഓക്കെ, സോ അഗെയിൻ എ ചേഞ്ച്. സോ 3 prime ways of increasing അല്ലെങ്കിൽ maximizing your profit. 1, increasing the sales അല്ലെങ്കിൽ selling section, reducing the cost, അല്ലെങ്കിൽ a combination of the two. Okay, so that is the in essence ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. Now why is profit maximization as an objective considered good? കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തിയറി ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി എഫക്റ്റീവ് മെഷർ. വളരെ ഈസി ആയിട്ട് ആൾക്കാരുടെ തലയിൽ കയറാവുന്ന ഒരു മെഷറാണ്. ഓക്കെ, ആൻഡ് another reason why as to ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് കൺസിഡേർഡ്, പ്രോഫിറ്റ് ഇസ് നെസസറി ഫോർ സർവൈവൽ. ഒരു ഓർഗനൈസേഷൻ ഇഫ് ഇറ്റ് ഇസ് എ ലോസ് മേക്കിംഗ് എന്റർപ്രൈസ്, എന്താ പറയുക, ഇറ്റ് ഫെയ്ഡ് അവേ ആസ് സൂൺ ആസ് ഇറ്റ്സ് ഫൈനാൻസസ് ഡ്രൈ അപ്പ്. ഓക്കെ, ഫൈനാൻസസ് എപ്പോഴാണോ തീരുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടി തീരും. ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക്കലി ഒരു കൺസേൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ട്, ദ മോർ പ്രോഫിറ്റ് മീൻസ് മോർ ബെനിഫിറ്റ് ഫോർ ദി ഷെയർ ഹോൾഡേഴ്സ്. അതൊരു ഇൻഡയറക്റ്റ് രീതിയിലുള്ള വരവ്. ഓക്കെ, 2 രീതിയിൽ വരാം. ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള മോർ പ്രോഫിറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ മീൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഡിവിഡൻഡ്. അനദർ തിങ് ഇസ് ദാറ്റ് ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഈവൻ ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും ഈ പ്രോഫിറ്റ് നമ്മൾ വീണ്ടും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് വി മേക്ക് ദ ബിസിനസ് ഗ്രോ. അപ്പോൾ അങ്ങനെ വാല്യൂ ഓഫ് ദി കമ്പനി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, പിന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എന്റർപ്രൈസസിനാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സും കൂടുതൽ ആൾക്കാരും അട്രാക്റ്റഡ് ആവുന്നത്. നൗ ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൺസെപ്റ്റിന് ദർ ഇസ് എ ക്രിറ്റിസിസം. ഇതൊരു നാരോ കൺസെപ്റ്റാണ്. വി ആർ ലുക്കിംഗ് ഓൺലി അറ്റ് ദി പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് കൂട്ടുക, കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദി ടു. അപ്പോൾ ചില ആൾക്കാർ സെല്ലിംഗ് പ്രൈസ് തീരെ കൂട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ദേ റിസോർട്ട് ടു റെഡ്യൂസിങ് ദ കോസ്റ്റ്. Now what you have to understand is reducing cost means sometimes letting go of people. ഓക്കെ, അത് അത്രയും എംപ്ലോയി ഫ്രണ്ട്ലി ആവണമെന്നില്ല. അല്ലെങ്കിൽ മാക്സിമൈസിങ് ദ സെയിൽസ്. മാക്സിമൈസിങ് ദ സെയിൽസിൽ വരുന്നൊരു കാര്യമാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ വർക്കേഴ്സ്. ഓക്കെ, സോ സൊസൈറ്റിയൽ ലെവലിൽ നോക്കുമ്പോൾ മേക്കിംഗ് മണി ബൈ എനി മീൻസ് നെസസറി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ലിറ്റിൽ അൺഹെൽത്തി. ഓക്കെ, അത് ഇത്തിരി അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസാണ്. ആൻഡ് പലപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ അതിനോട് ചേർന്നിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അൺനെസസറി ആയിട്ടുള്ള ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ അവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ പലപ്പോഴും we may tend to compromise in terms of the quantity and quality of the services and goods we provide. Okay, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റിയൽ വെൽഫെയർ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, now the next one is wealth maximization. Now wealth maximization കുറച്ചുകൂടി ബ്രോഡർ കൺസെപ്റ്റ് ആണ്. The reason it's called a broader concept, its sole focus is not the profit. പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷനിൽ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ ഇസ് ഓൾ അബൌട്ട് ഇൻക്രീസിങ് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സ് ആണ് യഥാർത്ഥ ഓണേഴ്സ്. ഓക്കെ, ആ യഥാർത്ഥ ഓണേഴ്സിന്റെ ആക്ച്വൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൗ വാട്ട് ഈസ് ദി വെൽത്ത് ഓഫ് എ ഷെയർ ഹോൾഡർ? ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ ഹി ഇൻവെസ്റ്റ് എ പോർഷൻ ഓഫ് ഹിസ് മണി ഇൻ ടു ദി ബിസിനസ്. ഓക്കെ, എസ്പെഷ്യലി ഷെയർ ഹോൾഡർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഓണേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നൗ അവരുടെ കയ്യിലുള്ളൊരു അസറ്റ് എന്താണ്? അവർ ഈ പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകൾ. റൈറ്റ്, നൗ എങ്ങനെയാണ് ആ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക? അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, I've invested, imagine I took my money, I invested 1 lakh rupees into a company. Okay, അപ്പോൾ ഞാനൊരു ഇൻവെസ്റ്ററാണ്, ഈക്വിറ്റി ഷെയർ ഹോൾഡറാണ്, ഐ എം ടെക്നിക്കലി ആൻ ഓണർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഷെയർ മേടിച്ചപ്പോൾ ഇമാജിൻ ദാറ്റ് ഷെയർ കോസ്റ്റ് മേ ബി 10,000 rupees. ഒരു ഷെയറിന് 10,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ
since I've invested 1 lakh rupees, I have 10 shares. 10 ഷെയറുകൾ ഉണ്ട്, 10,000 rupees each. So that gives my investment is 1 lakh. Okay. Now എൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് ഈ 10 ഷെയറുകളാണ്, which cost 10,000 rupees each. Now if the company wants to increase my wealth, ആ കമ്പനിയുടെ ഷെയർ price must increase from 10,000 to more. Okay, imagine 10,000 നിന്ന് എൻ്റെ ഷെയർ ഡബിൾ ചെയ്തു, 20,000 ആയി. What happened to my 1 lakh investment? എൻ്റെ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾസ്, ഇറ്റ് ബിക്കംസ് 2 lakhs, റൈറ്റ്? 10,000 രൂപ പെർ ഷെയർ ഉണ്ടായിരുന്നത്, ഇഫ് ഇറ്റ് ബിക്കംസ് 20,000 rupees പെർ ഷെയർ, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആയി, റൈറ്റ്? അവിടെ എന്താ സംഭവിക്കുന്നത്? My wealth is increasing. That is the concept of wealth maximization. It's a much more broader concept. It includes a profit എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എലിമെൻറ്റ് മാത്രമാണ്. Various factors can lead to wealth maximization. അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ടെമ്പററി ഫാക്ടേഴ്സ് ആവാം, കുറച്ചുകൂടി ലോങ് ടേം പെർഫോമൻസ് ബേസ്ഡ് ഫാക്ടേഴ്സ് ആവാം, ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് നൺദലെസ് മെയിൻ എയിം എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ വഴി നോക്കുന്നത്. Now why is wealth maximization considered better? എന്താണ് superior than your profit maximization? ഒന്ന്, വെൽത്ത് മാക്സിമൈസേഷൻ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത്. വി കൺസിഡർ ദി ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തത് നാളെ ഇന്നത്തെ മണി വാല്യൂവും നാളത്തെ മണി വാല്യൂവും ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ കാരണവന്മാരൊക്കെ പറയുന്ന ഡയലോഗ് കേട്ടിട്ടുണ്ടാവും, റൈറ്റ്? പണ്ട് 1 രൂപ ഉണ്ടെങ്കിൽ ഇന്ന സാധനം മേടിക്കാം, ഇപ്പോൾ 1 രൂപ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും എന്നുള്ള ഒരു ഡയലോഗ് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്, റൈറ്റ്? So I don't have to explain also what time value of money is, because you've covered that in your previous semester. Okay, previous semesterൽ ഫണ്ടമെന്റൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ വെൽത്ത് മാക്സിമൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറഞ്ഞിട്ടുള്ള ഷെയർ വാല്യൂ കൂട്ടുക എന്നുള്ളത്. സോ അതിൽ നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഷെയർ പ്രൈസ് കൂട്ടുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടൊരു മെഷറാണ്. ഇറ്റ്സ് എൻ ഈസി മെഷർ, ഈസി വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നൗ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൻ വി ആർ ട്രൈങ് ടു ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് എ ഷെയർ, ഓക്കെ, ഒരു ഷെയറിൻ്റെ അല്ലെങ്കിൽ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ നോക്കുമ്പോൾ ലോട്ട് ഓഫ് തിങ്സ് കം ഇൻ ടു പ്ലേ. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വർക്കേഴ്സ്, അവരുടെ വെൽഫെയർ, സൊസൈറ്റി എങ്ങനെ അവരെ പെർസീവ് ചെയ്യുന്നു. ഈവൻ ദോ ഇഫ് യു ആർ മേക്കിംഗ് പ്രോഫിറ്റ്, ഇഫ് ദ ഓർഗനൈസേഷൻ ഇസ് ഹേറ്റഡ് ബൈ പീപ്പിൾ, ഓക്കെ, ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനെതിരെ ഇഷ്ടംപോലെ കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ ദേ ഹേറ്റ് ദാറ്റ് ഓർഗനൈസേഷൻ, എന്നിരുന്നാൽ പോലും യുവർ ഓർഗനൈസേഷൻസ് ഷെയർ പ്രൈസ് വിൽ നോട്ട് ഇൻക്രീസ്. കാരണം എന്താണ്? ബിക്കോസ് പീപ്പിൾ ഹേറ്റ് യു. Clear? So അതുകൊണ്ട് തന്നെ it does not simply focuses on the profit, it involves a little more broader, it involves a little more wider അല്ലെങ്കിൽ humane approach. ആൾക്കാരെ എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയും എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് ചിന്തിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷൻ. പിന്നെ ഡിവിഡൻഡ് പോളിസി, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി കൺസിഡർ ചെയ്യുന്നൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. And it primarily focuses on the long term rather than the short term. Profit maximization is slightly short term in nature, but this one is slightly long term in nature. Okay, now appurum wealth maximization korchu criticisms undu. ആ criticisms എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ്ലി അത് ഫേമിൻ്റെ ഉള്ളിലത്തെ വർക്കിങ്സിന് കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് another criticism that this method faces is that പലപ്പോഴും wealth maximization in one company is different for that of another company. Same principles apply ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടാവും, പക്ഷേ ഈച്ച് കമ്പനി ഈസ് യുണീക്ക്, ഈച്ച് കമ്പനി ഈസ് ഡിഫറെൻറ്റ് ഇൻ അവരുടെ ഗ്രോത്തും അവരുടെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് യുണീക്ക്. ഓരോ കമ്പനീസും യുണീക്ക് ഇൻ ടേംസ് ഓഫ് പീപ്പിൾ, ആൾക്കാരെ പോലെ തന്നെ. അപ്പോൾ ഓരോരുത്തരും ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈസ് വെക്കും, പക്ഷേ ചില ആൾക്കാർ ചോറോ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ ദേ ഈറ്റ് ലൈക്ക് ക്രേസി ബട്ട് ദേ ഡോണ്ട് ഗ്രോ, അല്ലേ? അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷൻ്റെ കൺസെപ്റ്റ്. ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ലിറ്റിൽ ഹാർഡ് ടു അപ്ലൈ ഇറ്റ്. പിന്നെ ഈവൻ ദോ ഇറ്റ് ഈസ് എന്താ പറയുക, സൊസൈറ്റീനെ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ കംപ്ലീറ്റ് ബെനിഫിറ്റ് സൊസൈറ്റിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റി ലെവലിൽ നോക്കുമ്പോൾ മെനി ഡോണ്ട് പ്രിഫർ ദാറ്റ്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷൻ കൂടുതൽ വലിയ ഓർഗനൈസേഷൻസിലാണ് അപ്ലൈ ചെയ്യാൻ എളുപ്പം.
rather than your small organizations. Small organizations are just surviving. അവർക്കാ ജസ്റ്റ് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകാനാണ് നോക്കുന്നത്. സോ ഫോർ ദം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സീംസ് ലൈക്ക് എ ബെറ്റർ ഫിറ്റ്. ആൻഡ് നെറ്റ് എഫക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഷെയർ വാല്യൂ പ്രൈസ് അല്ലെങ്കിൽ ഷെയർ വാല്യൂവിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കയറണമെങ്കിൽ ദ കമ്പനി ഹാസ് ടു മേക്ക് പ്രോഫിറ്റ്സ്. സോ ദർ ഇസ് നോ ബൈപാസിങ് ഇറ്റ്. ഓക്കെ, ചില റെയർ സിറ്റുവേഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ലാണ്ട് പറ്റും. പക്ഷേ ജനറലി സ്പീക്കിംഗ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കാണ്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷനിലേക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് വാല്യൂ മാക്സിമൈസേഷൻ. ഇറ്റ്സ് സിമിലർ ടു യുവർ വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ്റെ ഒരു ചെറിയൊരു അല്ലെങ്കിൽ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഷെയർ പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ വാല്യൂ മാക്സിമൈസേഷൻ ഇസ് നോട്ട് ജസ്റ്റ് യുവർ പ്രൈസ്, ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് ദി അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ ഒപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ഈ ബാലൻസ് ഷീറ്റിൻ്റെ വലിപ്പം വെപ്പിക്കുക എന്നുള്ളതാണ്. അസറ്റുകളുടെ ആ പറഞ്ഞ സംഗതി മൊത്തത്തിൽ ആ ബുക്ക് ഷീറ്റിൽ കാണുന്ന ബാലൻസ് ഷീറ്റിൽ കാണുന്ന സംഗതികളൊന്ന് വലിപ്പം വെപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ മാക്സിമൈസേഷൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, value maximization seeks to maximize not only the value of equity shares but also the value of all financial assets. If an organization is able to maximize its value, then it can generate sufficient profits to pay dividend to the shareholders and finance all activities, operations and projects. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് വാല്യൂ മാക്സിമൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാത്രം കൂട്ടുക കുറയ്ക്കുകയും ചെയ്യുന്നത്. Okay, to summarize, profit maximization ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് സെയിൽസ് ഓവർ ദി കോസ്റ്റ്. ദെൻ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ്. വാല്യൂ മാക്സിമൈസേഷൻ ഇസ് നോട്ട് ജസ്റ്റ് വെൽത്ത് മാക്സിമൈസേഷൻ, along with that increasing the value of all the financial assets. Okay, so ഇതാണ് മെയിൻ 3 objectives, financial objectives of financial management. Okay, now we'll look at the next area, the difference between profit maximization and wealth maximization. ഇതൊരു അത്യാവശ്യം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബബ്ലി ഒരു 4 മാർക്സിനൊക്കെ വരുന്നൊരു 4 to 6 മാർക്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Let's look at the differences. First one, profit maximization already explained, short term ആണ് compared to your wealth maximization. Next, main aim is maximizing profit. Wealth maximization shareholder value wealth maximize ചെയ്യുക, അതായത് ഷെയർ പ്രൈസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, മെഷേഴ്സ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതിൻ്റെ വെൽത്ത് മാക്സിമൈസേഷനിൽ നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്. സി ദ റീസൺ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു ഹൗ എഫക്റ്റീവ് ദി ഓർഗനൈസേഷൻ ഇസ്. ഓൺ ദി അതർ ഹാൻഡ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എൻറ്റിറ്റീസ് എങ്ങനെ ഈ ഓർഗനൈസേഷൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് പെർസീവ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഓർഗനൈസേഷൻ ഫിനാൻഷ്യലി അത്രയും സ്റ്റേബിൾ അല്ല എന്ന് മാർക്കറ്റ് പെർസീവ് ചെയ്യുകയാണെങ്കിൽ ഷെയർ പ്രൈസ് താഴുകയും ചെയ്യും. നേരെ വൈസ് വേഴ്സ, കൂടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, does not consider time value of money. Profit maximization does not consider time value of money. അതൊരു short term objective ആണ്. Whereas time value of money is considered in terms of wealth maximization. Then EPS, earnings per share. Okay, earnings per share increase ചെയ്യുക എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് അല്ല. അവിടെ നമ്മൾ ഏർണിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കൺസെപ്റ്റ്. പക്ഷേ വെൽത്ത് മാക്സിമൈസേഷനിൽ ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് EPS ടു ഇൻക്രീസ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇഗ്നോർസ് സൊസൈറ്റി, വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡേഴ്സ് സൊസൈറ്റി അപ് ടു an extent. ഭയങ്കര ഫുള്ളി ഇതായിട്ടില്ല, പക്ഷേ അപ് ടു an extent ഇറ്റ് കൺസിഡേഴ്സ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ്. വെൽത്ത് മാക്സിമൈസേഷൻ കുറച്ചുകൂടി റീസെൻറ്റ് ആൻഡ് മോഡേൺ ഡേ ഓഫ് അപ്രോച്ചാണ്. Then next one, last one is that profit maximization ignores the risk factor, wealth maximization considers the risk factor. Okay, so these are the main differences between profit maximization and wealth maximization. Okay, so moving on, non-financial objectives of financial management in non-financial objectives. Okay,
First one, enhancing the employee satisfaction and welfare. Employee satisfaction and welfare maximize ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്. നൗ വൈ ഈസ് ഇറ്റ് കോൾഡ് എ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്? കാരണം ഇവിടെ ഡയറക്റ്റായിട്ട് പൈസയുടെ കാര്യം വരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് വഴി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യപ്പെടുന്നു. ഓക്കെ, നേരത്തെ ഇഫ് യു റിമെമ്പർ കറക്റ്റ്ലി ദി എക്സാമ്പിൾ ഓഫ് എ ക്യാൻറ്റീൻ ദറ്റ് ഐ സെഡ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജാനിറ്റോറിയൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ, നൗ ഇഫ് യു വോണ്ട് ഹാവ് എ ഗുഡ് എന്താ പറയുക സഫീഷ്യൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ക്ലെൻലിനെസ് ഉള്ള എൻവയൺമെൻറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ യു ഹാവ് ടു ഹയർ ദി റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, right? Hiring the right kind of people may be a little expensive, maybe, okay, depending on the place and environment and availability of people. അങ്ങനെ കുറേ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. Now what you have to understand is when you try to hire a good person for the job, things are neat, things are clean, people are happy because of that, okay, but even though it can be a little pricey. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? Employees they'll hate the bathrooms over here. Imagine going to your office where the bathroom is always dirty, it's stinky. Nobody would want to take a break over here, right? So അങ്ങനത്തെ കുറച്ച് നിങ്ങൾ HR-ലും അല്ലെങ്കിൽ OB-ലും ഓർഗനൈസേഷൻ ബിഹേവിയറിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, ഹൈജീൻ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനകത്ത് വൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇതാണ്, they don't actually add to your satisfaction. പക്ഷെ നല്ലൊരു ബാത്റൂം ഇല്ലെങ്കിൽ that actually causes a great deal of dissatisfaction, അല്ലേ? സോ ഈ പറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ഈ ഡിസിഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് സം പേഴ്സൺ ഇൻ ദി ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഹാഡ് ഡിസൈഡഡ് ടു ഐദർ ഹയർ എ ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ ഡോണ്ട് ഹയർ എ ഗുഡ് പേഴ്സൺ. ഓക്കെ, സോ ദേ സാങ്ഷൻ അവരായിരിക്കില്ല ഹയർ ചെയ്തിട്ടുണ്ടാവുക, HR ആയിരിക്കും ഹയർ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അതിനുള്ള പൈസ ഒപ്പിക്കുന്നത് ആരാണ്? ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. Then enhances the management's satisfaction. Now മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ആൾക്കാർ ബാധിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആഡ് വാല്യൂ. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് വഴിയാണ് ഒരു ബിസിനസ്സിൽ വാല്യൂ ഉണ്ടാവുന്നത്. എസ്പെഷ്യലി പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ്സിന് വാല്യൂ ജനറേറ്റ് ആവുന്നത്. സോ മോർ വാല്യൂ ഫോർ ദ ബിസിനസ് മീൻസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ കൺസിഡറേഷൻ ഫോർ ദി മാനേജ്മെൻറ്റ്. Then next one, promotes the well-being of a society. Now how does financial management help the society? A very simple thing. ഒരു ഓർഗനൈസേഷൻ ഒരു സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ദി സൊസൈറ്റി. ഓക്കെ, ഒരു കമ്പനി നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു വില്ലേജിൽ നമ്മളൊരു കമ്പനി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വില്ലേജിന് ചുറ്റുമുള്ള ആൾക്കാരുടെ ലൈഫ്സ് മാറുന്നു. ഓക്കെ, I'm not talking the bad industries which suck out all the water, അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇമാജിൻ ഒരു സിമ്പിൾ ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിന് ചുറ്റും ജീവിക്കുന്ന കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യും. അതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടെ ആ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രി വരുന്ന കാരണം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് റോഡ് ഇതൊക്കെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ആ ചുറ്റുമുള്ള ആൾക്കാർ ഹെൽപ്പ് ആവുന്നുണ്ട്, ചുറ്റുമുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇത് നമ്മൾ ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സ് എന്ന് പറയും. ഓക്കെ, ആ കൂട്ടത്തിൽ ഒരാൾക്ക് ജോലി കിട്ടി, ലൊക്കാലിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടി. അപ്പോൾ എന്ത് പറ്റുന്നു? ദേ സ്റ്റാർട്ട് ബൈയിങ് തിങ്സ്. അപ്പോൾ ബെനിഫിറ്റ് ആർക്കാ? അവിടെ അടുത്തുള്ള പച്ചക്കറിക്കാരനും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പലചരക്കിൻ്റെ ആൾക്കാർക്കും പിന്നെ പാൽക്കാരനും പേപ്പറിൻ്റെ ആൾക്കും അങ്ങനെ, റൈറ്റ്? പിന്നെ അവരുടെ മക്കൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിലേക്കുള്ള ഫീസും കാര്യങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ ദിസ് മണി ഗെറ്റ്സ് സ്പ്രെഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ്. എന്ത് സംഭവിക്കുന്നു അവിടെ? ഈ കമ്മ്യൂണിറ്റി തന്നെ അങ്ങനെ ഡെവലപ്പായി വരണം ബിക്കോസ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഈവൻ ദോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്കെയിൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കെയിൽ ഓഫ് ബെനിഫിറ്റ്സ് ദാറ്റ് ദി കമ്പനി ഗിവ്സ് ഔട്ട്. ചെറിയ കമ്പനിക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സ്ലോ പേസിലായിരിക്കും ഗ്രോത്ത്, ബട്ട് എ ബിഗർ കമ്പനി വിൽ ഗിവ് യു എ ബിഗർ സ്കെയിൽ ഓഫ് ഗ്രോത്ത്. ഓക്കെ, സോ അങ്ങനെ സൊസൈറ്റീനെ അവർ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു. ദിസ് ഇസ് പോസിബിൾ ഓൺലി ഇഫ് ദ കമ്പനി കീപ്സ് റണ്ണിങ്. ആൻഡ് കമ്പനി റൺ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടാവണം. ദെൻ ദ നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ് ടു കസ്റ്റമറിന് ക്വാളിറ്റി സർവീസും പ്രൊഡക്ട്സും കൊടുക്കാൻ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. ഇഫ് യു ഡോണ്ട് മാനേജ് യുവർ ഫൈനാൻസസ് പ്രോപ്പർലി യു വിൽ ഹാവ് ടു കട്ട് ഷോർട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ചൊക്കെ മായം അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തിട്ടാണ് നിങ്ങൾ സർവൈവ് ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ടു ദി കസ്റ്റമർ ഇഫ് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഇൻജൂറിയസ്? ഇപ്പം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ടേക്ക് ദിസ് എക്സാമ്പിൾ. ഇപ്പോഴത്തെ കറണ്ട് സിനാറിയോയിൽ ഇമാജിൻ എ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് മാസ്ക്.
നമ്മുടെ N95 മാസ്ക് അല്ലെങ്കിൽ PPE കിറ്റ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ തന്നെ എടുത്തോ. ഇഫ് ദേ ആർ ഡ്രൗണിങ് ഫിനാൻഷ്യലി അത്രയും വെൽ ടു ഡു അല്ലെങ്കിൽ വാട്ട് വുഡ് ഹാപ്പൻ? ദേ മൈറ്റ് സ്റ്റാർട്ട് ഡൂയിങ് സം മാൽ പ്രാക്ടീസസ് വിത്ത് ദി കൈൻഡ് ഓഫ് തിങ്സ്. നമ്മുടെ PPE കിറ്റിലും മാസ്കിലും ചെറിയ ഉടായ്പകൾ കാണിക്കുന്നു. വാട്ട് ഹാപ്പൻസ്? നമ്മൾ ആ പ്രൊട്ടക്ഷൻ വിശ്വസിച്ചിട്ടില്ല ഒരു കാര്യങ്ങൾ മേടിക്കുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കിറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ സർവീസും ക്വാളിറ്റിയും ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗുഡ് എന്നുള്ള ഇതിലല്ലേ ചെയ്യുന്നത്. ഇൻ കേസ് ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കള്ളത്തരം വരുന്നുണ്ടെങ്കിൽ ഇമാജിൻ, നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചെക്കിങ്ങും ചെക്കിങ് ഉള്ള സാധനങ്ങളാണ് പോകുന്നത്. പക്ഷെ സാധാരണക്കാർക്ക് അത് നിർബന്ധമില്ല. മാർക്കറ്റിൽ ഇഷ്ടംപോലെ മാസ്ക് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ ഇഷ്ടംപോലെ PPE കിറ്റ്സ് അവൈലബിൾ ആണ് അല്ലേ, ആൻഡ് ഗ്ലൗസ് ഈ വക സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉടായ്പ കമ്പനികളാണ് ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചോ, വാട്ട് ഹാപ്പൻസ് ടു അവർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്? അതാണ്. അപ്പോൾ നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഉടായ്പിലേക്ക് വല്ലാണ്ട് കടക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ? സോ ദീസ് ആർ ദി സം ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ objectives of financial management. Okay, so the next one is responsibilities of a financial manager. അത് നോക്കാം one by one നോക്കാം. First one, financial planning in every sense. എത്ര ഫണ്ട് വേണം, എന്തിനൊക്കെ വേണം, ഏതൊക്കെ കാര്യങ്ങളിൽ ചെലവാക്കണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ആണ് എവറിത്തിങ്. ആ പറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ്, ഡിവിഡൻഡ്, ഫിനാൻസിങ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ, ഇതിനകത്ത് എല്ലാത്തിലും പ്ലാനിങ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ഫിനാൻഷ്യൽ പ്ലാനിങ്. സെക്കൻഡ് വൺ, റേസിങ് ദ നെസസറി. അതായത് നമ്മുടെ ഫിനാൻസിങ് ഫംഗ്ഷൻ റേസ് ചെയ്യുക, പൈസ എവിടെ നിന്നൊക്കെയാണ് കിട്ടാൻ പറ്റുക എന്നുള്ളത് നോക്കുക. തേർഡ് വൺ, കൺട്രോളിങ് ദ യൂസ് ഓഫ് ഫണ്ട്സ്, ഡിസ്പേഴ്സ്മെന്റ് ഓഫ് ദ ഫണ്ട്സ് എന്ന് നമ്മൾ പറയില്ലേ, ആ ഫണ്ടുകൾ എങ്ങനെയൊക്കെ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം കൃത്യമായിട്ട് നോക്കുക. ആ ബാക്കിയുള്ള പൈസ വെച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം, ഏത് ഡിപ്പാർട്ട്മെന്റിന് എത്ര പൈസ കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് കൺട്രോളിങ് ദ യൂസ് ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് വൺ, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ ഡിവിഡൻഡ് ഫംഗ്ഷൻ ഏകദേശം ഇതിനകത്ത് എത്ര പൈസ നമ്മൾ റിസർവിലേക്ക് മാറ്റി വെക്കണം, ഇതിനകത്ത് നിന്ന് എത്ര പൈസ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ഓക്കെ, മൊത്തത്തിൽ കൊടുക്കണം, മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കുക. നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി ടു ദി ഓണേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള ഫിഫ്ത്ത് തൊട്ട് അങ്ങനെ ഉള്ളത് ഈ അതർ റെസ്പോൺസിബിലിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി ടു ഓണേഴ്സ്. ഹയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആ ഓണർ, അവരെ ഹയർ ചെയ്തിട്ടുള്ള ഓണർ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ മാക്സിമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ടു ദി ഓണേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ടു ദി എംപ്ലോയീസ്. സമയാസമയങ്ങളിൽ മുടങ്ങാണ്ട് ശമ്പളം കിട്ടുക, ബെനിഫിറ്റുകൾ കിട്ടുക, ഈ വക കാര്യങ്ങൾ തടസ്സം കൂടാതെ കിട്ടുന്ന ഒരു സിറ്റുവേഷനെയാണ് റെസ്പോൺസിബിലിറ്റി ടു എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി ടു കസ്റ്റമർ ആൻഡ് സപ്ലയർ. മേക്കിംഗ് ഷുവർ ദ സപ്ലയേഴ്സ് ആർ പെയ്ഡ് ഓൺ ടൈം. റെസ്പോൺസിബിലിറ്റി ടു ദി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്ട്സും സർവീസും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി, പക്ഷേ എനേബിളിംഗ് ആൻ എൻവയൺമെന്റ് വേർ ദി കസ്റ്റമേഴ്സ് ഗെറ്റ് ദോസ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഓക്കെ, സപ്ലയറിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ഫിനാൻഷ്യൽ മാനേജറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ പൈസ സമയാസമയങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ലീഗൽ ഒബ്ലിഗേഷൻസ്, ഗവൺമെന്റ് റൂൾസ്, റെഗുലേഷൻസ്, ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്ററാക്ഷനിലുള്ള ലീഗാലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ലീഗൽ ഒബ്ലിഗേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ പറയേണ്ട ആവശ്യമില്ല. One of the primary responsibilities is to ensure that the share price of the company rises. Okay, അത് മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഏതൊരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത്. ഇഫ് ഹി ഓർ ഷീ ഈസ് ഡൂയിങ് their job correctly, തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഷെയർ പ്രൈസ് കയറിക്കൊണ്ടിരിക്കും. ഇഫ് ദേ ആർ നോട്ട് ഡൂയിങ് their jobs correctly, അത് താഴേക്ക് പോകും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് ഉള്ളത് മൊത്തം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു, ബോണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ബോണ്ട് വാല്യുവേഷനെ കുറിച്ചാണ്. ബട്ട് ബിഫോർ യു ഗെറ്റ് ഇൻ ടു ബോണ്ട് വാല്യുവേഷൻ, നമുക്ക് വളരെയധികം കവർ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യാണ്ട് നമ്മൾ ബോണ്ട് വാല്യുവേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഇൻകംപ്ലീറ്റ്. യു ആർ ലേണിംഗ്. ഓക്കെ, സോ ടൈം വാല്യൂ ഓഫ് മണി നമുക്കൊന്ന് കവർ ചെയ്യാം. നൗ ആ പേര് പോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. പണ്ടൊക്കെ 1 രൂപ അല്ലെങ്കിൽ ഒരു 50 പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാണയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് നിങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ നിന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം,
10 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം. ആൻഡ് ഈവൻ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിലേക്ക് പോവുകയാണെങ്കിൽ വെൻ യു ആർ പ്രൗഡ്ലി 5-6 years old, ആ സമയത്ത് 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ കിട്ടില്ല. This is primarily because of the time value of money concept. See, time value of money concept വളരെ simple ആണ്. Okay, it's a concept that says that the value of ₹1 received today is greater than the ₹1 received tomorrow. ഇന്നത്തെ 1 രൂപയുടെ വില is comparatively higher than that of the ₹1 that you get tomorrow, അല്ലെങ്കിൽ 1 year from now, അല്ലെങ്കിൽ 10 years from now. ഡിനോമിനേഷൻ നോക്കുകയാണെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ₹1 is ₹1. ബട്ട് വാല്യൂ അത് വെച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് വ്യത്യാസം വരുന്നുണ്ട്. There are several reasons as to why this time value of money concept exists. അതിൻ്റെ ഒരു റീസൺസ് നമുക്ക് നോക്കാം. Why is that? First thing, uncertainty റിസ്ക്കും. കാരണം നമുക്കറിയാം ഇന്ന് എൻ്റെ കയ്യിൽ 10 രൂപ ഉള്ളതുപോലെയല്ല നാളെ ചിലപ്പോൾ 10 രൂപ കിട്ടും എന്ന് പറയുന്ന പോലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇന്ന് എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, ഐ ഹാവ് 10 rupees with me. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എനിക്ക് നാളെ 10 രൂപ കിട്ടും എന്നുള്ളതും, ഐ ഗെറ്റ് 10 rupees tomorrow എന്ന് പറയുന്നതും രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ രണ്ടിനും രണ്ട് ഡിഫറെന്റ് ഉറപ്പും രണ്ട് ഡിഫറെന്റ് രീതിയിലുള്ള വാല്യൂ നമുക്കുണ്ട്. ഇന്ന് എൻ്റെ കയ്യിൽ 10 രൂപയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് നൗ ഐ ഹാവ് 10 rupees with me. നാളെ 10 രൂപ കിട്ടാം, ഓക്കെ, അല്ലെങ്കിൽ 10 രൂപ കിട്ടും എന്ന് പറയുന്നത് എന്താ, നാളെ കിട്ടും, ഐ ഗെറ്റ് ഇറ്റ് ടുമോറോ. പക്ഷെ ഈ ടുമോറോ എന്ന് പറയുന്നത് a lot of things can happen between that. The person who was supposed to give you 10 rupees will say I am not going to give you. സംഭവിക്കാവുന്നതാണ്. Or something else can happen. That is because of this uncertainty. Now one thing you've got to understand, anything that happens in the future is uncertain. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ the future is uncertain. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ റിവാർഡ്സ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് 1 year from now കിട്ടുന്ന 1 രൂപയ്ക്കും ഇന്ന് ഉള്ള 1 രൂപയ്ക്കും തമ്മിലുള്ള വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ പെർസീവ് ചെയ്യുന്നിട്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ 1 രൂപയ്ക്ക് കൂടുതൽ വാല്യൂ 1 year from now അത്രയില്ല. അതിൻ്റെ റീസൺ ഇതാണ്, അൺസർട്ടനിറ്റിയാണ്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉറപ്പ് കിട്ടുമെന്നുള്ളത്, ആ ഒരു അൺസർട്ടനിറ്റി, ദർ ഇസ് എ റിസ്ക് അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് അൺസർട്ടനിറ്റി. ദാറ്റ് ഈസ് ദി പ്രൈം റീസൺ ആസ് ടു why the time value of money exists. Okay, so the next is preference of present consumption. ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് rather than the future. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if you are given the choice, you can have maybe ഒരു മസാല ദോശ ഇപ്പോൾ കഴിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മസാല ദോശ കഴിക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ 1 മസാല ദോശയും ചായയും കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ വിച്ച് വുഡ് യു പ്രിഫർ? നൗ ചില ആൾക്കാർ ദേ മൈറ്റ് ഹാവ് എ ലീനിങ് ടുവേർഡ്സ് മസാല ദോശ ആൻഡ് ടീ. ബട്ട് സാധാരണഗതിയിൽ നമുക്ക് പറയാം ഇന്ന് കിട്ടുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ഡെഫിനറ്റ് ആയിട്ടുള്ളത്, അല്ലേ? സോ വിൽ പ്രിഫർ ദി present choice. Majority of us will prefer the present choice rather than the future choice. അതാണ് preference of present consumption. The next one is opportunity for investment. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. എൻ്റെ കയ്യിൽ ഇന്നൊരു 10 രൂപ ഉണ്ടെങ്കിൽ ഐ മൈറ്റ് ഹാവ് സെവറൽ ഓപ്ഷൻസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ചോയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 20 ചോയ്സ് ഉണ്ടാവും എവിടെയൊക്കെ എൻ്റെ ഈ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ബട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് മേ ബി 1000 rupees 1 year from now, അന്നത്തെ സമയത്ത് എന്തോരം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിൽ ഇത് അത്രയും ഭയങ്കരമായിട്ടൊരു ഫാക്ടർ അല്ല കേട്ടോ. ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് നോട്ട് ദാറ്റ് ഹൈ എ ഫാക്ടർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്കും പ്രിഫറൻസ് ഫോർ പ്രസന്റ് കൺസംഷൻ തന്നെയാണ്. ബട്ട് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, 1 year from now will I have the same options അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്? ക്ലിയർ? ഇനി അടുത്തതെന്ന് പറയുന്നത് മോർ പർച്ചേസിങ് പവർ. ദിസ് ഇസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു യുവർ ഇൻഫ്ലേഷൻ. ഓക്കെ, നിങ്ങളുടെ ഇൻഫ്ലേഷനായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. ആസ് യു നോ, ഓരോ കൊല്ലം കഴിയുന്നവരും സാധനങ്ങൾക്ക് വില കൂടാണ്, റൈറ്റ്? നൗ ഇന്നത്തെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്ന, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു 50 രൂപ അല്ലെങ്കിൽ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കിലോ അരി കിട്ടുമായിരിക്കും. ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മേ ബി 6 months ലേറ്റ് ഈ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3/4 കിലോ അരിയേ കിട്ടുള്ളൂ.
ഇവിടെ അരി വ്യത്യാസം വരുന്നില്ല, സെയിം 1 കിലോ തന്നെയാണ്. വാട്ട് ഈസ് ചേഞ്ചിങ്? ദ പർച്ചേസിങ് കപ്പാസിറ്റി ഓഫ് 1 rupee. ഓക്കെ, 1 രൂപ കൊണ്ട് മേടിക്കാൻ പറ്റുന്നതിൻ്റെ വോള്യൂം, ദാറ്റ് എബിലിറ്റി ഹാസ് ഗോൺ ഡൗൺ. എന്തുകൊണ്ടാണ്? ആ റുപ്പിക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ചേഞ്ച് വന്നിരിക്കുന്നത് സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്, ഇൻഫ്ലേഷൻ. ക്ലിയർ? സോ ദ പർച്ചേസിങ് പവർ ഓഫ് ദാറ്റ് കറൻസി വിൽ ചേഞ്ച്. അതും ഒരു വലിയൊരു ഫാക്ടറാണ്. സോ പ്രൈം 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് uncertainty and risk, preference of present consumption, and the purchasing power. Opportunity for investment is the വേണമെങ്കിൽ ഫോർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്രൈം 3 ആണ്. Now let's move on to the next part, that is techniques for TVM, time value of money. Okay, don't get confused. Time value of moneyയിലുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന 2 ടെക്നീക്സ് ഉണ്ട്. Now ടെക്നീക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള സാധനമൊന്നുമല്ല. It simply says that when you are considering time value of money, നമുക്ക് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ 2 രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് ഞാനിപ്പോൾ ഈ പ്രസന്റ് നിമിഷം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്, 3 കൊല്ലം അല്ലെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്, 3 കൊല്ലം അത് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റിൽ ഇട്ടു, 10% പലിശ, 3 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര രൂപ എനിക്ക് കിട്ടും എന്നുള്ളതാണ് കോമ്പൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പൗണ്ടിങ് ഇസ് നത്തിങ് ബട്ട് കമ്പ്യൂട്ടിങ് ദി ഫ്യൂച്ചർ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ റേറ്റ്. ഒരു പെർട്ടിക്കുലർ റേറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് 100 രൂപ, ഓക്കെ, 100 rupees 100 for 3 years at 10%. ക്ലിയർ? ഫ്യൂച്ചർ ഡേറ്റിൽ എത്ര കിട്ടും എന്നുള്ളതാണ് ഞാനിപ്പോൾ പ്രസന്റിൽ നിൽക്കുന്നത്. ബട്ട് ഭാവിയിൽ 1 year from now, 2 year from now, 3 year from now, അറ്റ് ദി എൻഡ് ഓഫ് 3 years എനിക്ക് എത്ര രൂപ കിട്ടും, ഫ്യൂച്ചർ റേറ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പാർട്ട് ഇസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ആണ്. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. 3 years from now I'll be getting 130 rupees. അതിൻ്റെ ഇന്നത്തെ വില എത്രയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന് എത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് ഡിസ്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. യു ആർ കമ്പ്യൂട്ടിംഗ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഭാവിയിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോ, അതിൻ്റെ പ്രസന്റ് വാല്യൂ, ഭാവിയിൽ ക്യാഷ് ഫ്ലോ. നൗ ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ ദിസ് ടേം, ക്യാഷ് ഫ്ലോ. നൗ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു അണ്ടർസ്റ്റാൻഡ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ക്യാഷ് വരുന്നത്, ആ ഫ്ലോ ഒഴുകുന്നതാണ്. നൗ ക്യാഷ് ഒന്നെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒഴുകാം, ദാറ്റ് ഇസ് ക്യാഷ് ഇൻഫ്ലോ, ആൻഡ് ദെൻ ദർ ഇസ് ക്യാഷ് ഔട്ട് ഫ്ലോ, നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് പുറത്തു പോകുന്നതാണ്. ഇപ്പോൾ ഒരു ബിസിനസിന് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്ലിയർ? അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന റിട്ടേൺസ് അത് വേറൊരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്ലിയർ? ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് അവരൊരു മെഷീൻ മേടിക്കാനായിട്ട് കുറച്ച് പൈസ ചിലവാക്കി. ഓക്കെ, ദേ ബോട്ട് എ മെഷീൻ, ചിലപ്പോൾ ഒരു ഫോൺ ആയിരിക്കാം, ഒരു ഫോട്ടോ കോപ്പി മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് ഒരു മേജർ ഒരു എക്വിപ്മെന്റ് ആയിരിക്കാം, ഒരു ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ ബിൽഡിംഗ് അവർ മേടിക്കുമ്പോൾ അവരുടെ ബിസിനസ്സിൽ നിന്ന് പൈസ പോവുകയാണ് പുറത്തേക്ക്. ദാറ്റ് ഇസ് ക്യാഷ് ഔട്ട് ഫ്ലോ. സോ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. ഓക്കെ, 2 തരത്തിലുള്ള ഫ്ലോസ് ഉണ്ട്, ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. സോ എല്ലാ വിധത്തിലുള്ള ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് 2 മേജർ ടെക്നീക്സ് ഇൻ ടേംസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി കോമ്പൗണ്ടിങ് പാർട്ട്. കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസന്റ് വാല്യൂ നമ്മൾ എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട്, ഫ്യൂച്ചറിൽ എത്ര കിട്ടും, ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ് നമ്മുടെ കോമ്പൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് മെത്തേഡിൽ പല ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്, അങ്ങനെ പല ടെക്നീക്സ് ഉണ്ട്. വിൽ ഗോ ത്രൂ ഈച്ച് ഓഫ് ദീസ് വിത്ത് ആൻ എക്സാമ്പിൾ. ആദ്യത്തത് സിംഗിൾ ക്യാഷ് ഫ്ലോ. അതായത് ഇന്നൊരു സാധാരണ FD-യിൽ കാണിക്കുന്നത് ഈ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. ഞാനൊരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. ഓക്കെ, ഒരു 5 വർഷം കഴിഞ്ഞ് എനിക്ക് എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എമൗണ്ട് കിട്ടും. അവിടെ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്, ഒറ്റ തവണ ഞാൻ പൈസ അടയ്ക്കുന്നുള്ളൂ, സിംഗിൾ ക്യാഷ് ഫ്ലോ. ഓക്കെ, സിംഗിൾ ക്യാഷ് ഫ്ലോ, ഒരു വട്ടേ ഞാൻ പൈസ ഇടുന്നുള്ളൂ. Then the next one is compounding series of unequal cash flow. ഇവിടെ unequal cash flow എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് പറയാം. SIP അല്ല, ഒരു മ്യൂച്വൽ ഫണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൽ ഇമാജിൻ
ഞാൻ ഫസ്റ്റ് ഇയറിൽ ഐ ഹവ് ഇൻവെസ്റ്റഡ് 1 lakh rupees. സെക്കൻഡ് ഇയറിൽ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ചധികം ക്യാഷ് വന്നു. അപ്പോൾ സോ ഐ ഇൻവെസ്റ്റഡ് 1,50,000. തേർഡ് ഇയറിൽ മേ ബി ഐ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റഡ്, ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് മച്ച് ഓഫ് മണി, സോ ഐ ഇൻവെസ്റ്റഡ് 50,000. ഫോർത്ത് ഇയറിൽ ഒരു 75,000 ഇട്ടു. ഫിഫ്ത്ത് ഇയറിൽ ഒരു 80,000 ഇട്ടു. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് സിക്സ്ത് ഇയർ ഒരു എമൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാണ്. വാട്ട് ഈസ് ദി, അതാണ് അൺഈക്വൽ ക്യാഷ് ഫ്ലോ. എല്ലാ കൊല്ലവും ഡിഫറെൻറ്റ് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് അൺഈക്വൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ഈക്വൽ ക്യാഷ് ഫ്ലോ. ഈക്വൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലം ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസവും ഒരേ എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ്, ഒരേ ടൈപ്പ് ഓഫ് എമൗണ്ട്. എക്സാമ്പിൾ നിങ്ങളുടെ SIPs, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, മ്യൂച്വൽ ഫണ്ട്സിൽ, ഓക്കെ, അല്ലെങ്കിൽ RDയിലെ എമൗണ്ട് എല്ലാ മാസം ഇത്രയും എമൗണ്ട് വെച്ചിട്ട് 1,000 രൂപ 10,000 രൂപ വെച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് എടുത്തു പോകാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ? ദാറ്റ് ഈസ് ആനുവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ്. അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസിനെ വിളിക്കുന്ന പേരാണ് ആനുവിറ്റി. ക്ലിയർ? സോ ഈ 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ കോമ്പൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് സിംഗിൾ ക്യാഷ് ഫ്ലോ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമുലയാണ് കോമ്പൗണ്ടിങ്ങിൽ. സോ സിംഗിൾ ക്യാഷ് ഫ്ലോ A is equal to P plus 1 plus R raised to N. It's a very simple formula. ഈ ഒരു ഫോർമുലയിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് തെറ്റുകൾ വരാൻ ചാൻസ് കുറവാണ്. കാരണം ഇറ്റ്സ് വെരി സിമ്പിൾ. പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഓക്കെ, വിൽ ലുക്ക് അറ്റ് വാട്ട് ഈച്ച് ഓഫ് ദീസ് തിങ്സ് ആർ. ഇവിടെ A എന്ന് പറയുന്നത് ദിസ് എമൗണ്ട് ഇസ് ദി എമൗണ്ട് ദാറ്റ് യു ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അതായത് ഞാനൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10% പലിശ, ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്ത്, എൻഡ് ഓഫ് 1 year ഹൗ മച്ച് ഐ വിൽ ഗെറ്റ്. ഓക്കെ, ആ ഹൗ മച്ച് ഐ വിൽ ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 1 year ഉള്ളതാണ് A. P എന്ന് പറയുന്നത് ഞാൻ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, പ്രിൻസിപ്പൽ. ഓക്കെ, ദെൻ R ഇസ് ദി റേറ്റ് അറ്റ് വിച്ച് ഐ എം ഇൻവെസ്റ്റിംഗ്. എത്ര ശതമാനം പലിശ അല്ലെങ്കിൽ എത്ര ശതമാനത്തിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ദി R. ഓക്കെ, ആൻഡ് N ഇസ് ദി നമ്പർ ഓഫ് ഇയേഴ്സ് റേസ് ടു N. ആ N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഫോർമുല. A is equal to P into 1 plus R raised to N. Clear? Okay, so let's have a look at the problem. ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്, വളരെ ഡയറക്റ്റ് ആയിട്ടൊരു പ്രോബ്ലം ആണ്. ₹1,000 is invested in a bank for 3 years at 10%. The amount received after 3 years. What is the amount that will be received after 3 years? Repetitive question ആണ്, പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാണ്. 3 years, ₹1,000, 3 years and 10%. Okay. Now, as you all know, the formula is given already. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. A is equal to P into 1 plus R raised to N. Now, A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. We have P. P എത്രയാ? P is equal to 1,000. Okay. Then, equal to A is equal to 1,000 into 1 plus R എത്രയാ? 10%. 0.1 raised to N. Another way, 1,000 into 1.1 raised to 3. Okay, so that is equal to 1,000 into 1.331. Clear? So that is 1,331 rupees. After 1 year, 1,000 rupees, after 3 years, 1,000 rupees becomes 1,331 at the rate of 10%. Clear? Now this is how we solve the problem. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, do you see this 1 plus R whole raised to ഈ P into another section I'm putting in a box? This is the interest factor. Okay. Now when you do this, ഇതൊരു നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫ്യൂച്ചർ വാല്യൂ ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി കോൾ യുവർ ഫ്യൂച്ചർ വാല്യൂ interest factor. Okay, 1 plus R raised to N. This is your future value factor. Now ഈ future value factor തന്നെ നമുക്ക് ടേബിൾ ഫോമാറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാം. Okay, using a table. Now I'll show you the table. This is നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിലും തപ്പിയത് കാണാൻ പറ്റും. ഇതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ, FVIF എന്നാണ്. ഓക്കെ, നൗ FVIF അതിനകത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യം. ഒന്ന് R ആവശ്യമുണ്ട്, റേറ്റ് ഓഫ് റിട്ടേൺ. ഒന്ന് N ആവശ്യമുണ്ട്. ഓക്കെ, നൗ R
ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഏരിയ ഇസ് യുവർ ആർ. 3%, 2%, 3%, 4%, 5, 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? എൻ എന്ന് പറയുന്നത് യുവർ പീരിയഡ്. ഇതിവിടെ എഴുതിയിട്ടുണ്ട് പീരിയഡ് താഴേക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 3 years ആണ്. സോ ടേക്ക് 3 over here. ഓക്കെ, 3. ദെൻ നമുക്ക് എത്ര പെർസെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? 10%. 10% എന്ന് പറയുമ്പോൾ ഇവിടെ. ലെറ്റ് സീ വേർ ദാറ്റ് കണക്ട്സ്. 3% at 10. What do you see? 1.331. നമ്മൾ നേരത്തെ കണ്ടത് എത്രയായിരുന്നു? 1 + r raised to 3 എന്ന് പറയുന്നത് 1.331 തന്നെയായിരുന്നു. സോ ഇറ്റ്സ് സിമ്പിൾ. പി ഇൻറ്റു ഈ പറഞ്ഞിട്ടുള്ള ടേബിൾ വാല്യൂ. ആ 1 + r ഇവിടെ എഴുതാം. 1 + r raised to n. Okay, this is actually your table value. Okay, so this is the method. This is the second method. Second method is ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മെത്തേഡിൽ ഫോർമുലയിൽ ഡയറക്ട്ലി ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ഇസ് യൂസിങ് യുവർ ടേബിൾ മെത്തേഡ്. നൗ ദിസ് തിങ് ഇസ് അവൈലബിൾ ഫോർ ഓൾ. നമ്മൾ 3 രീതിയിൽ ചെയ്യണ്ടല്ലോ. സിംഗിൾ ക്യാഷ് ഫ്ലോ, അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആൻഡ് യുവർ ഈക്വൽ ക്യാഷ് ഫ്ലോ, ആനുവിറ്റി. All 3 of them can be done using this table value method also. Okay, so both methods are available. ഇനി നമ്മൾ അൺഈക്വൽ ക്യാഷ് ഫ്ലോസ്, അതായത് ഒരു വർഷം 1,000 rupees, രണ്ടാമത്തെ വർഷം 2,000 rupees, മൂന്നാമത്തെ വർഷം വേറെ 1,500 ആയിരിക്കാം. സോ ഡിഫറെൻറ്റ് ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എങ്ങനെ കോമ്പൗണ്ടിങ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫോർമുല ഇല്ല. ഓക്കെ, യുവർ ബേസിക് ഫോർമുല നമ്മുടെ പഴയ ഫോർമുല ഹോപ്പ്ഫുള്ളി ഓൾ ഓഫ് യു റിമെമ്പർ. That is A is equal to P into 1 + R raised to that particular n. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ബേസ് ഫോർമുല വരുന്നത്. പക്ഷേ യു ഹാവ് ടു ഡു ഇറ്റ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ഇസ് ബീങ് ഹെൽഡ്. പക്ഷേ ഈ ഒരു ഫോർമുല മെത്തേഡ് വഴി നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കൺഫ്യൂസിങ് ആവും. ഓക്കെ, ബട്ട് റാദർ ദാൻ ദാറ്റ് വിൽ ഗോ ഫോർ എ ടേബിൾ മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ടാബുലർ മോഡലിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും വളരെ സിമ്പിൾ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. Rupees 100, 200 and 300 are invested in a bank at the end of each year for 3 years respectively at 9% per annum. What is the amount that is to be received at the end of 3 years? 3 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 100, 200 and 300. Okay, and ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, at the end of each year, that is, I'll tell you why that is important now. Okay, at the rate 9% per annum. Now before we get into this, I want you to remember this concept of timeline. Okay, basic ആയിട്ട് നിങ്ങൾ ടൈം ലൈനിനെ കുറിച്ചൊരു കൺസെപ്റ്റ് നിങ്ങൾ തലയിൽ കയറണം. ഓക്കെ, സോ ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ പ്രസൻറ്റ്. 0 എന്ന് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രസൻറ്റ് ഇപ്പോൾ. ഓക്കെ, ദിസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് 1 year. അപ്പോൾ ഈ ഒരു എൻറ്റയർ ഇയറിന് 1 year നമുക്കറിയാം. ദിസ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് 1 year. This is at the end of 2nd year. This is at the end of 3rd year. Okay, now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഫോളോ ചെയ്തേ. Rupees 100, 200 and 300 are invested in a bank at the end of each year. അപ്പോൾ ഈ ഒരു എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്താണ് 100 rupees ഇൻവെസ്റ്റ് ചെയ്തു. എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൽ നമ്മൾ 200 rupees ഇൻവെസ്റ്റ് ചെയ്തു. എൻഡ് ഓഫ് തേർഡ് ഇയറിൽ നമ്മൾ 300 rupees ഇൻവെസ്റ്റ് ചെയ്തു. നൗ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ എത്ര നാൾ ആ പറഞ്ഞ സംഭവം അക്കൗണ്ടിൽ കിടന്നു. ഇപ്പം നമ്മളിതൊരു FD ആണ് അല്ലെങ്കിൽ RD ആണ് ഇട്ടെന്ന് വെച്ചോ, ഈ RDയിൽ 100 രൂപ എത്ര കൊല്ലം കിടന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ബിക്കോസ് റിമെമ്പർ ദ ഫോർമുല, A is equal to P into 1 + R whole raised to n. ക്ലിയർ? അതാണ് ബേസിക് ഫോർമുല. നമ്മൾ ഫോളോ ചെയ്യുന്ന ബേസിക് ഫോർമുല. അതിനകത്ത് n ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, ബിക്കോസ് വി ആർ നോട്ട് ഷുവർ. ഓക്കെ, സോ 100 rupees ഇപ്പോൾ എത്ര കൊല്ലം കടന്നു, കാരണം നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ എത്രയാണ് നമുക്ക് എത്ര റിസീവ് ചെയ്യണമെന്ന് ചോദിക്കണം. സോ ഈ സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. 100 rupees ഇതൊരു കൊല്ലം, ഇത് രണ്ടാമത്തെ കൊല്ലം. സോ ആക്ച്വലി 100 rupees 2 കൊല്ലം കടന്നു. ക്ലിയർ? ഇനി നമുക്ക് 200 നോക്കാം. 200 എത്ര കൊല്ലം കടന്നു എന്ന്. 200 കിടന്നത്
നമുക്ക് കിട്ടിയത് നമ്മൾ ഇട്ടത് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. അപ്പോൾ ഈ ഒരു കൊല്ലം മാത്രമേ കിടന്നിട്ടുള്ളൂ. സോ 200 1 ഇയർ കിടന്നു. 300 ഇട്ട വശം തന്നെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ബിക്കോസ് 300 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് 3 ഇയർ ആണ്. അപ്പം തന്നെ നമ്മൾ തിരിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. സോ 300 ലിറ്ററലി ഒരു ടൈമും കിടന്നിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ? സോ 3 അമൗണ്ട്സ് ആൻഡ് ദിസ് ഇസ് ഹൗ ലോങ് ദീസ് ആർ ദി എൻഡ്സ്. ഓക്കെ, 3 സെപ്പറേറ്റ് എന്നുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർമുല ഇത്തിരി കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ കേസിൽ ഹൗ യു ഷുഡ് ബി ഡൂയിങ് ഇറ്റ് ഇസ് P100 ആണെങ്കിൽ 1 പ്ലസ് R എന്ന് പറയുന്നത് 0.09 ഇൻറ്റു റേസ് ടു n 2 കൊല്ലം കടന്നു. ഓക്കെ, അതിൻ്റെ ഒപ്പം ആഡ് 200 ഇൻറ്റു P, ഇവിടെ സെക്കൻഡ് P2 എന്ന് പറയുന്നത് 200 ആണ്, ഇൻറ്റു 1 പ്ലസ് R 0.09 ഹോൾ റേസ് ടു 1. ഓക്കെ, ഇവിടെ വേറെ ചേഞ്ച് ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ കിടക്കുന്നില്ലല്ലോ. സോ ഇറ്റ് ഇസ് 300 ഇറ്റ് സെൽഫ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ബട്ട് സിൻസ് ദിസ് ഇസ് കൺഫ്യൂസിങ് ഐ എം കംപ്ലീറ്റ്ലി ഇഗ്നോറിങ് ദിസ്. നമുക്ക് ഈ മെത്തേഡ് വേണ്ട. ഓക്കെ, അതിനേക്കാളും സിംപിളർ ആയിട്ടുള്ള മെത്തേഡാണ് ടേബിൾ മെത്തേഡ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വായിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ? ഇതിനകത്ത് മെജോറിറ്റി പ്രോബ്ലം വരുന്നത് ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ഈച്ച് ഇയർ ആയിരിക്കും. വളരെ ചുരുക്കം ചില പ്രോബ്ലംസ് ആണ് ഈ ബിഗിനിങ്. ആൻഡ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അങ്ങനെ ബിഗിനിങ്ങിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ആസ് ഐ വാസ് സെയിങ്, നമ്മൾ ഇനി ടാബുലർ മോഡലിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണത്. സോ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള 2 ഡേറ്റ, ഒന്ന് ഇയറും ഒന്ന് എമൗണ്ടും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇയേഴ്സ് കോമ്പൗണ്ടഡ്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു എങ്ങനെയാണെന്നുള്ളത്. 100 rupees സിൻസ് ഇറ്റ് ഇസ് ബീങ് ഇൻവെസ്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, അത് കിടക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ കിടക്കുന്നത് 2 കൊല്ലമാണ്. ഓക്കെ, സോ 2, ദെൻ 200 ആണെങ്കിൽ 1 കൊല്ലം കിടക്കുന്നുണ്ട്. 300 നമ്മൾ കിടക്കാൻ സമ്മതിക്കുന്നില്ല, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ എത്ര കിട്ടണമെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, സോ 0. Okay, so remember the old table, future value interest factor. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന എന്നുകൾ ഏതൊക്കെയാ? 2 and 1. ഓക്കെ, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. ഓക്കെ, 0 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഇസ് 1 ഇറ്റ് സെൽഫ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1. 2 നമുക്കൊന്ന് നോക്കാം. 2 വരുന്നത് എത്രയാ? 1.188. 1 ആണെങ്കിലോ 1.090. ആ കൺസേൺഡ് വാല്യൂസ് നമുക്ക് ഈ 3 കൺസേൺഡ് വാല്യൂസ് അതിലേക്ക് എടുത്തെഴുതാം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത്. യെസ്, അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ അറ്റ് 9%, 1.188, 1.090 ആൻഡ് 1 റെസ്പെക്റ്റീവ് ഫ്യൂച്ചർ വാല്യൂ ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. നൗ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. എമൗണ്ട് ഇൻ ടു ദി ഫ്യൂച്ചർ വാല്യൂ ഫാക്ടേഴ്സ്. 100 ഇൻറ്റു 1.188, 200 ഇൻറ്റു 1.090, 218, 300 ഇൻറ്റു 1, 300. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 636.8. സോ ഈ 3 അമൗണ്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അൺഈക്വൽ ആയിട്ടുള്ള അമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് 3 ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 636.8. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് മനസ്സിലാവുന്നു. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് A is equal to P into 1 plus R whole raised to N. ഇത് സെയിം പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇത് P, ഇത് N. ഓക്കെ, R അതിൻ്റെ ഫാക്ടർ വരുന്നത് ആ 1 plus R whole raised to N വരുന്നത് ഇതാണ്. സോ 100 into this will give you the value of A. ഈ A's എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 636.8. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഈക്വൽ ക്യാഷ് ഫ്ലോ, അതായത് ആനുവിറ്റി കൊണ്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത്. ആനുവിറ്റി മെത്തേഡ് നമുക്ക് കഴിഞ്ഞ വട്ടം ചെയ്ത പോലത്തെ, അതായത് അൺഈക്വൽ ക്യാഷ് ഫ്ലോ യൂസ് ചെയ്ത മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോർമുല കൊണ്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പം മെത്തേഡ് എന്ന് പറയുന്നത്
ഈ പറഞ്ഞിട്ടുള്ള ടേബിൾ ഒരു ആനുവിറ്റിക്ക് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. Now I'll talk to you about the formula first. നമ്മൾ ഈ ഫോർമുല ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോർമുല ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു ആനുവിറ്റി ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ആനുവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ദ എമൗണ്ട് ദാറ്റ് ഇസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ LIC എമൗണ്ടുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇയർലി ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ ഇയർലി 5000 റുപ്പീസ് അല്ലെങ്കിൽ 10,000 റുപ്പീസ് അല്ലെങ്കിൽ 1 lakh എന്നൊക്കെ പറയില്ലേ, ആ റിപ്പീറ്റിംഗ് എമൗണ്ടിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ 1,00,000 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1,00,000 രൂപയാണ് ആനുവിറ്റി. യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ 5 years. വാട്ട് ഇസ് ദി റിട്ടേൺസ് വി ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 5 years എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 lakh റുപ്പീസ് ദാറ്റ് വി ആർ ഇൻവെസ്റ്റിംഗ് എവറി ഡേ ഇസ് ദി ആനുവിറ്റി. ക്ലിയർ? ആ ഫോർമുല വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ആൻഡ് യു ക്യാൻ സിംപ്ലി അപ്ലൈ ഇറ്റ് ദർ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ ക്വസ്റ്റ്യൻ. Rupees 100 is invested in a bank at the end of each year for 3 years at 9%. What is the amount that is to be received at the end of third year? മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് 100, 200 and 300 we are just 100, 100, 100 അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, so let's look at the formula. Okay, so let's look at this problem. Rupees 100 is invested in a bank at the end of each year for 3 years at 9% per annum. What is the amount to be received at the end of 3 years? ഓക്കെ, ഫെയർലി ഡയറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ ഫോർമുല ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എഫ് വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ലെറ്റ്സ് അപ്ലൈ ദി ഫോർമുല. 100 ഇൻറ്റു 1 പ്ലസ് 0.09 റേസ് ടു n മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 0.09. ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു സെക്ഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് എന്നിട്ട് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് 1.09 റേസ് ടു 3 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 0.09. ഡോണ്ട് ഫോർഗെറ്റ് ദി ഇൻറ്റു 100. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദിസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.295 minus 1 whole divided by 0.09 into 100. That is equal to 0.295 divided by 0.09 into 100. That is equal to 3.278 എന്ന് വേണമെങ്കിൽ ആക്കാം. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 3.278 into 100. That is equal to 327.8. Okay, so this is the answer using that formula. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് സംഭവം കിട്ടി സ്മൂത്ത് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ടേബിൾ വെച്ചിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സെയിം പ്രൊസീജിയർ, ഇയർ, amount. Now if you remember correctly, if you remember the time concept, അതായത് ടൈം ലൈൻ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ 0, this is our present, end of 1 year, end of 2 year, end of 3 year. If you remember that correctly, ഫസ്റ്റ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിലാണ്. സെക്കൻഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് സെക്കൻഡ് ഇയറിൽ. ആൻഡ് തേർഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ. ആൻഡ് ഇവിടെ എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ നമുക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 100 എത്ര കൊല്ലം കിടക്കുന്നുണ്ട്? 1, 2. സെക്കൻഡ് 100 ഒരു കൊല്ലം. തേർഡ് 100 കിടക്കുന്നേ ഇല്ല. ഓക്കെ, സോ നമ്മൾ നേരത്തെ പോലെ ചെയ്ത പോലെ ഇയേഴ്സ് കോമ്പൗണ്ടഡ്, ഒരു മാറ്റവുമില്ല. ഫസ്റ്റ് 100 കിടക്കുന്നത് 2 കൊല്ലം, സെക്കൻഡ് 100 കിടക്കുന്ന 1 കൊല്ലം, തേർഡ് 100 കിടക്കുന്നേ ഇല്ല. നമ്മുടെ പഴയ ടേബിൾ വാല്യൂ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഫോർ 2 years, ഫോർ 1 year, ഫോർ ഒരു കൊല്ലം കിടക്കാത്തതിന് ഇറ്റ് ഈസ് 0 years. ഓക്കെ, റിമെമ്പർ കൺസേൺ വാല്യൂ 100 into 1.188. ഈ പറഞ്ഞിട്ടുള്ള 100 into 1.090, 100 into 1. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 327.8. ക്ലിയർ? സോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 327.8 തന്നെ കിട്ടി. നൗ തേർഡ് ആൻഡ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഇസ് യുവർ ടേബിൾ. കാരണം ഈ ആനുവിറ്റിക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. ഓക്കെ, ആ സെപ്പറേറ്റ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് ടേബിൾ. ദിസ് ഇസ് ദി ടേബിൾ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഫോർ ആനുവിറ്റി, FVIFA. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ഫോമുല എഴുതിയിട്ടുണ്ട്. സോ യു വോണ്ട് ബി കൺഫ്യൂസ്ഡ്. നൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ടെക്സ്റ്റ് ടു ടെക്സ്റ്റ്. നമ്മുടെ ഈ കേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. എന്താണ്? 100 rupees is invested for 3 years. At the end of third year, what is the amount that you get? ഇവിടെ നേരത്തെ നോക്കിയ പോലെ. ബട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിന് സെപ്പറേറ്റ് കാണണ്ട, സെക്കൻഡ് ഇയറിന് സെപ്പറേറ്റ് കാണണ്ട, തേർഡ് ഇയറിന് സെപ്പറേറ്റ് കാണണ്ട. ഓക്കെ, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫോർമുല ദാറ്റ് ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു annuity into FVIFA. Very simple formula. Okay, so let's look at third year. Okay, 3, number of years 3. Let's look at the percent. Yes, 9%. Okay, എത്ര കിട്ടുന്നത്? annuity amount എത്രയാ? A is equal to 100 rupees into ഇതിനകത്ത് വാല്യൂ 3.278. എത്ര വരുന്നത്? 327.8. ക്ലിയർ? സോ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി ഇഫ് യു ആർ ഇൻ കേസ് ഓഫ് ആനുവിറ്റി. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ആനുവിറ്റി യു ഹാവ് എ സെപ്പറേറ്റ് ടേബിൾ വിച്ച് ഗിവ്സ് യു ദി ഈസിയസ്റ്റ് ആൻസർ. ക്ലിയർ? ഏറ്റവും ഷോർട്ട് മെത്തേഡ് ആനുവിറ്റി ടേബിൾ നോക്കി ഡയറക്ട്ലി വാല്യൂ പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ആസ് യു നോ, ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ കീപ്പിംഗ് ഇൻ മൈൻഡ് ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഫാക്ടർ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ അതിന്റെ പ്രസന്റ് വാല്യൂ എന്തായിരിക്കും, നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അസ്യൂമിങ് 10% ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് ഫാക്ടർ. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇത്രയും രൂപ ആണ് നമ്മൾ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ കോമ്പൗണ്ടിങ് പറഞ്ഞ സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ 1 കൊല്ലം ഇട്ടു അല്ലെങ്കിൽ 2 കൊല്ലം ഇട്ടു അറ്റ് ദ റേറ്റ് ഓഫ് 10%. ഓക്കെ, വി ആർ അസ്യൂമിങ്, ഒന്നെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് തരുന്നത് 10% ആണ്. ഓക്കെ, സോ സിൻസ് ഐദർ വി ആർ അസ്യൂമിങ് ഓർ വി ആർ ഗിവൻ ദാറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, അതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ടിങ്ങിലും വി ആർ അസ്യൂമിങ് ദാറ്റ് ദി എമൗണ്ട് ഹാസ് ഗ്രോൺ ഫോർ 10% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 9% എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, നൗ ഡിസ്കൗണ്ടിങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ പ്രസന്റ് വാല്യൂ എക്സ്പ്രസ് ചെയ്യാണ്. നൗ കോമ്പൗണ്ടിങ്ങിലുള്ള പോലെ തന്നെ ഇവിടെ നമ്മൾ 3 രീതിയിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുക. ഒന്ന് സിംഗിൾ ക്യാഷ് ഫ്ലോ, രണ്ടാമത്തത് അൺഈക്വൽ ക്യാഷ് ഫ്ലോ, മൂന്നാമത്തത് ആനുവിറ്റി. സെയിം ക്യാഷ് ഫ്ലോസ് ആർ അവൈലബിൾ ഫോർ ഡിസ്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിംഗിൾ ക്യാഷ് ഫ്ലോ ഒന്ന് നോക്കാം. സിംഗിൾ ക്യാഷ് ഫ്ലോന്റെ ഇഫ് യു റിമെമ്പർ ദിസ് ഫോർമുല, ദിസ് ഇസ് മെന്റ് ഫോർ കോമ്പൗണ്ടിങ്, ദിസ് ഇസ് നോട്ട് ഫോർ ദ ഡിസ്കൗണ്ടിങ് ഫോർമുല. പക്ഷേ ഇതിൽ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് കണ്ടുപിടിക്കുന്നത്. നൗ ഇഫ് യു റിമെമ്പർ കെയർഫുള്ളി, ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഇൻടു 1 plus r raised to n, where this is the interest factor. Okay, ഈ ഒരു ഞാൻ സ്ക്വയറിൽ വരയ്ക്കുന്നതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, നൗ ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? പ്രസന്റ് വാല്യൂ ആണ് നമുക്ക് ആവശ്യം. പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r raised to n. Clear? This is your formula for discounting. Okay, present value കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചറിൽ കിട്ടുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r raised to n. Now ഇപ്പൊ എഴുതിയതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. We can write it as PV is equal to future value into 1 by 1 plus r raised to n. ക്ലിയർ? അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എഴുതാവുന്ന ഒരു പേരുണ്ട്. ദിസ് ഈസ് യുവർ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇതിനെയാണ് ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. when it comes to when you do it as 1 by 1 plus r raised to n, it is your present value. If you remember in the previous class, ഈ പറഞ്ഞിട്ടുള്ള 1 plus r നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 1 plus r ഉണ്ടല്ലോ, ദിസ് ഇസ് ദി ഇൻട്രസ്റ്റ് ഫാക്ടർ. പക്ഷെ ഇത് എന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ആയിരുന്നു.
When you divide it by 1 by 1 plus r raised to n ആകുമ്പോൾ that becomes your present value factor. Clear? So this is about the single cash flow. ഒരു single cash flow ന്റെ ഒരു ഫോർമുലയാണത്. Now let's do a simple problem. If rupees 1000 is received after 2 years, assuming a discount rate of 10%, what is the present value? Simple ആയിട്ടൊരു പ്രോബ്ലം. നമുക്ക് 1000 രൂപ 2 കൊല്ലം കഴിഞ്ഞ് കിട്ടും. Assuming a 10% discount rate, what is a present value? Clear? Now ഇതും രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഡയറക്ട്ലി ആ ഫോർമുല വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടേബിൾ വാല്യൂ വഴി നമുക്ക് നോക്കി ചെയ്യാം. ഇവിടെയും നമുക്ക് രണ്ട് തരത്തിലുള്ള ടേബിൾ വാല്യൂ ഉണ്ട്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. രണ്ടാമത്തെ ടേബിൾ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഉണ്ട് ഫോർ ആനുവിറ്റി ഫിഗേഴ്സ്. ഓക്കെ, ഇത് നമുക്ക് തൽക്കാലം നോക്കാം. ഫോർമുല എന്തായിരുന്നു? പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r raised to n. So let's put that into numbers. 1000 divided by 1 plus 0.1 raised to 2. Okay, that is equal to 1000 divided by 1.1 raised to 2. That is equal to, that is equal to 1000 divided by 1.21. That is equal to 826.44. So simply put it, if we deposit if we invest 826.44 rupees today at 10%, 2 years from now we will get 1000 rupees. Clear? Now as I have told you, the other way of doing it is very simple. Or a table method where you this is the present value. Look at the title, present value interest factor. Okay, now present value interest factor direct method table method 2 year number of years 2. Look at, stop at 10%. Yes, 10% 10% 0.826. Okay, so 0.826 is the value that we got. Now what is the formula? Present value is equal to future value into PVIF. Okay, that is 1000 into 0.826. That is equal to 826. Okay, so that is your answer. Look at the answer, same 826.44. Clear? So this is about discounting in single cash flow, under single cash flow. Okay, in the unequal cash flows. So as the name suggests, I hope you remember what unequal cash flow is. It simply means different cash flows for the different periods. അതായത് ഈ വർഷം 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ, അടുത്ത കൊല്ലം it is a different amount, say 2000, പിന്നെ 3000 അല്ലെങ്കിൽ 5000, അങ്ങനെ different amounts for every year. ഓക്കെ, അപ്പോൾ ഈ അൺഈക്വൽ ക്യാഷ് ഫ്ലോ വരുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ വട്ടം കോമ്പൗണ്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ടേബിൾ വാല്യൂ വെച്ചിട്ടുള്ളതാണ് മെത്തേഡ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് എ പ്രോബ്ലം. If rupees 100, 200 and 300 will be received at the end of first, second and third years respectively, assuming 10% interest, what is the present value? Okay, so fairly direct ആയിട്ടുള്ളൊരു question ആണ്. Now let's look at this. അതൊരു ടേബിൾ ഫോമിൽ ആക്കാം. Year 1, 2, 3 and the amounts 100, 200 and 300. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തൊട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. Now compounding ചെയ്യുന്ന സമയത്ത് there is a slight difference between compounding and discounting methods when you look at the table. Compounding ചെയ്യുന്ന സമയത്ത് we have to focus on how long the amount has been compounded. ഇവിടെ നമ്മൾ ഈ ഡിസ്കൗണ്ടിങ്ങിൽ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇയേഴ്സ് കോമ്പൗണ്ടഡ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഈ കേസിൽ അത് വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
തന്നിരിക്കുന്ന amount, ഇപ്പോൾ 100 rupees 100 ആണെങ്കിലും 200 ആണെങ്കിലും, ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഗെറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ അതിനെ പ്രസന്റ് വാല്യൂ ആക്കാൻ പോവാണ്. സോ അവിടെ കോമ്പൗണ്ടിങ്, നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് എന്നൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് എത്രയാണോ ഇയേഴ്സ്, ഇപ്പോൾ 100 rupees നമുക്ക് കിട്ടിയത് അറ്റ് ദ എൻഡ് ഓഫ് 1 year, അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വാല്യൂ നോക്കണം. ഓക്കെ, സോ വെൻ യു ലുക്ക് അറ്റ് ദ ടേബിൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് 0.909, 2 yearsനാണെങ്കിൽ 10% വരുന്നത് 0.826, 3 yearsനാണെങ്കിൽ 0.751. ഓക്കെ, ഇനി നമുക്കറിയാം ദിസ് ടേബിൾ ഇൻറ്റു ദിസ് ടേബിൾ, 100 into 0.909, 90.9, 200 into 0.826, 165.2, 300 into 0.751, 225.3. That is equal to 481.4. This is the present value. And another way of interpreting this is, if you have 481.4 rupees right now, that is equal to getting 100 rupees at the end of first year, 200 rupees at the end of second year, and 300 rupees at the end of third year. Okay. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 10% 1 year, 2 year and 3 year കഴിഞ്ഞ ഇതിൽ നമ്മൾ നോക്കിയത് 0.909, 0.826 and 0.751. ക്ലിയർ? നമ്മൾ വേറെ എന്താ പറയുക, നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡോ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സിംപ്ലി ബിക്കോസ് ആ ടേബിൾ വാല്യൂന്ന് ഓരോന്നോരോന്ന് നമ്മൾ എടുക്കുക. മാത്രമല്ല ഇത് ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ട് ആണ്, ഓൾറെഡി ഫ്യൂച്ചറിൽ കിട്ടുന്നതാണ്. സോ ആ ഫ്യൂച്ചറിൽ കിട്ടുന്നത് 1 year ബാക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ ടേബിൾ നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ടേബിൾ യൂസിങ് ദാറ്റ് മെത്തേഡ്. ഓക്കെ, അതായത് ഇപ്പോൾ അസ്യൂമിങ് എ പെർസെൻറ്റേജ് ഓഫ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അസ്യൂമിങ് എ പെർസെൻറ്റേജ് ഓഫ് 7% ഡിസ്കൗണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആണ്. ഇന്ന് അതിൻ്റെ വാല്യൂ 1 രൂപയാണ്. 1 വർഷം കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0.935. 2 വർഷം കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0.879. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഡിസ്കൗണ്ട് ടേബിളിനെ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ സോ ദാറ്റ് ഈസ് അബൌട്ട് യുവർ ഡിസ്കൗണ്ടിങ് യൂസിങ് അൺഈക്വൽ ക്യാഷ് ഫ്ലോസ്. ആനുവിറ്റീനെ കുറിച്ചാണ്, ഡിസ്കൗണ്ടിങ് യൂസിങ് ആനുവിറ്റി, സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കൗണ്ടിങ് ഇൻ യൂസിങ് ഇൻ സിംഗിൾ ക്യാഷ് ഫ്ലോ നോക്കി, ഡിസ്കൗണ്ടിങ് ഇൻ അൺഈക്വൽ ക്യാഷ് ഫ്ലോ നോക്കി. ഇനി നമുക്ക് ആനുവിറ്റീനെ കുറിച്ച് നോക്കാം. ആസ് യു നോ, ആനുവിറ്റി എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നമുക്ക് സെയിം എമൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഇയർ 1000, സെക്കൻഡ് ഇയർ 1000, തേർഡ് ഇയർ 1000, ഫോർത്ത് ഇയർ 1000, അങ്ങനെ എല്ലാ കൊല്ലവും സെയിം എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ സെയിം എമൗണ്ട് നമ്മൾ പേ ചെയ്യണതിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആനുവിറ്റി നമ്മുടെ കോമ്പൗണ്ടിങ് ചെയ്ത പോലെ തന്നെ നമുക്ക് ടേബിൾ വാല്യൂ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാം, ഒരു സിംഗുലർ ഫോർമുലയിൽ നമുക്ക് ചെയ്യാം, ആൻഡ് ആനുവിറ്റി ടേബിളിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് 3 മെത്തേഡ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് ഫോർമുല ദാറ്റ് യു നീഡ് ടു ലേൺ ഈസ് കമ്പയർഡ് ടു യുവർ കോമ്പൗണ്ടിങ്. ദിസ് മൈറ്റ് സീം എ ലിറ്റിൽ, എന്താ പറയുക, കാണുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ഇക്വേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. ഓക്കെ, സോ പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു annuity amount into 1 minus 1 by 1 plus r raised to n whole divided by r. ഓക്കെ, കാണുമ്പോൾ അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 പാർട്ട്, ആനുവിറ്റി ഇൻറ്റു 1 മൈനസ് 1 by 1 plus r raised to n whole divided by r. Now this is a very simple formula. Okay, കാണുമ്പോൾ ഒരു ചെറിയൊരു ഭീകരത ഉണ്ടെന്നുള്ളൂ, പക്ഷേ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഫോർമുല. നമ്മൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, so let's do a problem. Rupees 100 is received at the end of each year for the next 3 years. Assuming a 10% rate of discount, calculate the present value. ആദ്യം തന്നെ നമുക്ക് ഫോർമുല മെത്തേഡ് വെച്ച് ചെയ്യാം. ഹോപ്പ് യു റിമെമ്പർ ദ ഫോർമുല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്.
നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ആനുവിറ്റി എമൗണ്ട് എത്രയാണ് ₹100. ഓക്കെ, ₹100 നമുക്ക് എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട് ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് 0.1 raised to 3 whole divided by 0.1. ഓക്കെ, ഇത് നമ്മൾ ചെയ്യണം. That is equal to 100 into 1 minus 1.1 minus 1 by 1.1 raised to 3 whole divided by 0.1. Okay, now ഈ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഹോപ്പ് യു റിമെമ്പർ. ഓക്കെ, ദിസ് ഈസ് യുവർ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ് ഇസ് ₹100 ഇൻറ്റു 2.486. ദാറ്റ് ഈസ് ഈക്വൽ ടു 248.6. Okay, this is the answer that we got using the formula. നമുക്ക് ഇതിലേക്ക് ഒന്ന് ടേബിൾ വാല്യൂ ഫോർമാറ്റിലൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇയർ എമൗണ്ട് നമ്മളിട്ടു, ടേബിൾ വാല്യൂസ് നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 0.9, 0.826, 0.751. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 90.9, 82.6, 75.1. So 248.6. ക്ലിയർ? സോ നമ്മൾ ഫോർമുല വെച്ച് ഡയറക്റ്റ്ലി ചെയ്താലും ടേബിൾ വാല്യൂ വെച്ച് ഡയറക്റ്റ് നമ്മൾ പ്രസൻറ്റ് വാല്യൂസ് ഓരോന്ന് എടുത്ത് ചെയ്താലും സെയിം തന്നെ കിട്ടണേ. നൗ ലാസ്റ്റ് മെത്തേഡ് നിങ്ങൾക്കറിയാം. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ആനുവിറ്റി ഇൻറ്റു PVIFA. PVAIF അല്ലെങ്കിൽ IFA എന്നൊക്കെ പറഞ്ഞത് പല പല ടെക്സ്റ്റിൽ പലതുപോലെയാണ്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഫോർ ആനുവിറ്റി എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. സെയിം തിങ്, ആ ആനുവിറ്റി വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് PVIAFും PVFIA എന്നും അങ്ങനെ പറഞ്ഞിട്ട് പല ടെക്സ്റ്റിലും പലതുപോലെ വരുന്നത്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ബി ടു ബോതേഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആനുവിറ്റി എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ₹100 ഇൻറ്റു നമുക്കറിയാം 3 years. ഇത് ആനുവിറ്റി ടേബിൾ, അപ്പോൾ ഒറ്റ സിംഗിൾ വാല്യൂ നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ലുക്ക് ഫോർ ദാറ്റ് 3 years വാല്യൂ, 10%. 3 years വാല്യൂ നോക്കുകയാണെങ്കിൽ 2.487 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 248.7. ഓക്കെ, സ്ലൈറ്റ് ഒരു വേരിയേഷൻ വരുന്നു. നിങ്ങളുടെ നേരത്തെ കണ്ടുപിടിച്ച 0.6 ആണ്, ഇത് 0.7. ഓക്കെ, നോട്ട് ബിഗ് ഡിഫറൻസ്. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ആൻസർ directly using the table value method. ഓക്കെ, ആനുവിറ്റി ടേബിൾ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നെറ്റ് എഫക്റ്റ് വരുന്നത് സെയിം ആണ്. ഈ PVIFA എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഫോർമുലയിൽ കണ്ടുപിടിക്കുന്നത്. 1 minus 1/1 plus R raised to n whole divided by R എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ നിങ്ങൾ സിമ്പിളായിട്ട് ടേബിളിൽ കണ്ടുപിടിക്കുന്നത്. Okay, so hope you are clear with this. So thank you.